ഭഗവതേ വാസുദേവായ. ഓം മഹാദേവിയേ നമഃ. എനിക്ക് ജന്മം നൽകിയ എൻ്റെ മാതാപിതാക്കളെ ഓർത്തുകൊണ്ട് ഈ വിഷയത്തിൽ എനിക്ക് ഗുരുസ്ഥാനീയനായ വെട്ടിക്കോട്ട് മനയിലെ വിനായകൻ തിരുമേനിയെ ഗുരുവായി മനസ്സിൽ കണ്ടുകൊണ്ട് ആ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ടും ഈ ദേവിയുടെ സാന്നിധ്യത്തിൽ, ഈ ദുർഗയുടെ സാന്നിധ്യത്തിൽ ഈ ആയില്യം നാളിൽ നാഗാരാധനയുടെ പ്രസക്തിയെക്കുറിച്ച് പരമപവിത്രമായ ഈ ഒരു അങ്കണത്തിലിരുന്നു കൊണ്ട് എനിക്കിങ്ങനെയൊരു പ്രഭാഷണം നടത്താൻ യോഗം സിദ്ധിച്ചത് പൂർവജന്മ പുണ്യമായി ഞാൻ കരുതുന്നു. ഇങ്ങനെയൊരു ആയില്യം നാളിൽ ഇങ്ങനെയൊരു പ്രഭാഷണം നടത്താനായി ഒരു അവസരം ലഭിച്ചത് വളരെ ഒരു കോയിൻസിഡൻസ് മാത്രമാണ്. ഇന്നല്ലായിരുന്നു എൻ്റെ പ്രഭാഷണം വെച്ചിരുന്നത്, വെള്ളിയാഴ്ചയായിരുന്നു. മറ്റൊരു കാര്യം വന്നതുകൊണ്ട് എനിക്ക് ഇന്നത്തേക്ക് അതൊന്ന് പ്രീപോൺ ചെയ്യേണ്ടി വന്നു. അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ അത് ആയില്യം നാളിൻ്റെ അന്നായി. നാഗ ദൈവങ്ങൾക്ക്, നാഗത്തന്മാർക്ക് ഞാൻ എൻ്റെ ഈ പ്രഭാഷണം അവരുടെ പാദങ്ങളിലേക്ക് ഞാൻ സമർപ്പിച്ചുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. നാഗാരാധനയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ മനുഷ്യർ അവരുടെ ജീവിത പ്രയാണം ആരംഭിച്ച കാലം മുതൽ നമ്മൾ ചിന്തിക്കണം. കാരണം മനുഷ്യൻ പ്രകൃതിയെ മാത്രം ആശ്രയിച്ച് കഴിഞ്ഞിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അപ്പോൾ പ്രകൃതിയുടെ വരദാനങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും അവനെ ആനന്ദിപ്പിക്കുകയും അതിനോടൊപ്പം തന്നെ വിഷമിപ്പിക്കുകയും ചെയ്തിരുന്ന ആ കാലത്ത് അവനെ ആനന്ദിപ്പിച്ച ശക്തികളെയും അവനെ വിഷമിപ്പിച്ച ശക്തികളെയും, ഉദാഹരണത്തിന് സൂര്യൻ അവന് പ്രകാശം നൽകുമ്പോൾ ഒരു സമയം കഴിയുമ്പോൾ സൂര്യൻ മറയുന്നത് അവനൊരു വിഷമം നൽകുകയും ഒരു കൃത്യസമയം കഴിയുമ്പോൾ സൂര്യൻ ഉദിക്കുന്നത് കാണുമ്പോൾ അതവനിൽ ഊർജം നൽകുകയും ചെയ്തപ്പോൾ അവൻ സൂര്യനെ ആരാധിച്ചു തുടങ്ങി. വൃക്ഷങ്ങൾ അവന് തണലേകുകയും അവൻ്റെ ഭക്ഷണത്തിന് ഒരു പോംവഴിയായി കാണുകയും അവന് ജീവിക്കാനുള്ള എല്ലാ ചുറ്റുപാടുകളും ഒരുക്കുവാൻ വൃക്ഷങ്ങളും അതിനോടൊപ്പം ഉരകങ്ങളും ഈ പ്രപഞ്ചത്തിലുണ്ടായിരുന്നു. അങ്ങനെ അവൻ സൂര്യനെയും വൃക്ഷങ്ങളെയും ഉരകങ്ങളെയും എല്ലാം ആരാധിച്ചു തുടങ്ങി. അവനെ ഭയപ്പെടുത്തുന്നതിനെ കൂടി അവൻ ആരാധിച്ചു തുടങ്ങി. അതോർക്കണം. അന്ന് ഇത് ഈ കൊച്ചു കേരളത്തിലോ ഈ ഭാരതത്തിലോ ഒതുങ്ങി നിന്നിരുന്ന ഒരു ആരാധനാക്രമമല്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇത് ലോകത്ത് ഏകദേശം 27ഓളം രാജ്യങ്ങളിൽ നാഗാരാധന നടത്തിപ്പോന്നിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് ഇസ്ലാം മതവും ക്രിസ്ത്യൻ മതവും ഒക്കെ ഉണ്ടായി വന്നപ്പോൾ ഈ ആരാധനാക്രമങ്ങൾക്ക് വ്യത്യാസം വന്നു. എങ്കിലും തായ്ലൻഡ്, കംബോഡിയ, ഇന്തോനേഷ്യ, ഇറാൻ, ഇറാഖ്, സിറിയ, ഈജിപ്റ്റ്, ചൈന, അമേരിക്ക, UK, ശ്രീലങ്ക, ആഫ്രിക്ക, ഇങ്ങനെയുള്ള എല്ലാ രാജ്യങ്ങളിലും നാഗാരാധനയുണ്ടായിരുന്നു എന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കുക. അതല്ലാതെ ഇത് ഈ കൊച്ചു കേരളത്തിൽ മാത്രം നമ്മൾ ആരാധിക്കുന്ന ഒരു മൂർത്തിയല്ല അവര്. അതിൽ ഏറ്റവും ശ്രദ്ധയാകർഷിക്കുന്ന ഒരു കാര്യം ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, പുരാവസ്തു ഗവേഷണം നടത്തുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ആഫ്രിക്കയിലെ ബോത്സ്വാന എന്ന് പറയുന്ന സ്ഥലത്ത്, ബോത്സ്വാന നിങ്ങൾ ഇൻ്റർനെറ്റിൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ബോത്സ്വാനയിൽ ചരിത്ര ഗവേഷകർ പുരാവസ്തു ഗവേഷണം നടത്തി കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം, അവിടുത്തെ ഒരു ഗുഹയിൽ നിന്ന് കണ്ടെടുത്ത നാഗാരാധനയുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയത് 70,000 വർഷം പഴക്കമുണ്ട് ഈ ആരാധനയ്ക്ക് എന്നുള്ളതാണ്. എന്നാലോചിച്ച് നോക്കൂ. 1-2 വർഷമല്ല, 5000 വർഷമല്ല, 70,000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്ത് നാഗാരാധന നടത്തിപ്പോന്നിരുന്നു.
ഞാനിത് ഇൻ്റർനെറ്റിൽ കണ്ടപ്പോൾ അതിനെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഇന്ത്യയിലെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരാളോട് ഇത് ശരിയാണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ടാണ് ഞാനിവിടെ ഈ പ്രഭാഷണത്തിൽ ഇത് ഉൾപ്പെടുത്തിയത്. അല്ലാതെ വെറുതെ നമ്മൾ നെറ്റിൽ കാണുന്നതെല്ലാം നമ്മൾ പറഞ്ഞാൽ അത് ശരിയാവില്ലല്ലോ. അതിൽ സത്യമുണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷം വേണം പ്രത്യേകിച്ച് ഒരു പ്രഭാഷണത്തിൽ, പ്രത്യേകിച്ചും അത് ഭാഗവത സപ്താഹ, ഭാഗവത മഹാസത്രമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ വെറുതെ ഒരു കാര്യം പറയാൻ പറ്റില്ല. മനസ്സിലാക്കുക, ഏറ്റവും പ്രാചീനമായ ആരാധനാ രീതി നാഗാരാധനയുടെ രീതിയാണ്. അപ്പോൾ അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അതിന് ഇത്രയും വർഷത്തെ ഒരു പാരമ്പര്യമുണ്ട് നാഗാരാധനയ്ക്ക്. അതും ഏറ്റവും പ്രത്യേകതയുള്ള മറ്റൊരു കാര്യം, ഈ ലോകരാജ്യങ്ങളിൽ എവിടെ നാഗാരാധന നടത്തുന്നുണ്ടോ അവിടെയെല്ലാം തന്നെ എന്തിനെ പ്രതീകമാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഒരു സർപ്പ കോപമുണ്ടായാൽ എന്ത് സംഭവിക്കും, സർപ്പപ്രീതി ഉണ്ടായാൽ എന്താണ് നമുക്ക് അതുകൊണ്ടുണ്ടാകുന്ന ബെനിഫിറ്റ്സ്, ഇതെല്ലാം ഒരേപോലെ തന്നെയാണ് എല്ലാ രാജ്യങ്ങളിലും. ഫലഭൂയിഷ്ഠതയ്ക്ക് വേണ്ടി, ദീർഘായുസ്സിന് വേണ്ടി, സന്തതി പരമ്പരയ്ക്ക് വേണ്ടി, സമ്പത്തിനു വേണ്ടി മനുഷ്യൻ ആരാധിച്ചിരുന്ന മൂർത്തിയാണ്, ഇന്നും ആരാധിക്കുന്ന മൂർത്തിയാണ് നാഗദൈവങ്ങൾ. ടെക്നോളജി വളരെയധികം പുരോഗമിച്ചിട്ടും മനുഷ്യരുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ അത് വരുത്തിയിട്ടും മണ്ണാറശാലയിലോ വെട്ടിക്കോട്ടോ ഒന്നും ഒരു തിരക്കിനൊരു കുറവുമില്ല. എത്ര മനുഷ്യൻ മോഡേണൈസ്ഡ് ആയിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും യാതൊരു കുറവും ഈ കേരളത്തിൽ സംഭവിച്ചിട്ടില്ല, ഭാരതത്തിൽ സംഭവിച്ചിട്ടില്ല. മൊത്തമായി ഈ ഇന്ത്യയിലുടനീളം എടുത്തു നോക്കിയാൽ സർപ്പക്കാവിൻ്റെ കാര്യത്തിൽ 14,000-ഓളം സർപ്പക്കാവുകൾ ഈ ഭാരതത്തിൽ ഉടനീളമുണ്ട്. നമ്മൾ സർപ്പക്കാവെന്ന് പറയുമ്പോൾ കേരളത്തിന് പുറത്ത് അത് വിശുദ്ധ വനം എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ കേരളത്തിൽ 10,000-കണക്കിന് കാവുകൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇന്ന് 2,000-ഓളം കാവുകൾ മാത്രമേ ഉള്ളൂ. അതാണ് അതിൻ്റെ വ്യത്യാസം. നിത്യവും നമ്മൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുവാനും ജീവിത നിലവാരം ഉയർത്തുവാനും വേണ്ടി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണങ്ങളാണ് മിക്കവാറും പല വിശ്വാസങ്ങളിലേക്കും നമ്മെ കൊണ്ടെത്തിക്കുന്നത്. ഈ ലോകത്ത് ഏതൊക്കെ രാജ്യങ്ങളിൽ സർപ്പ കോപം കൊണ്ട്, ഏതൊക്കെ രാജ്യങ്ങളിൽ സർപ്പ ആരാധന നടക്കുന്നുണ്ടോ അവിടെയെല്ലാം രോഗനിവാരണത്തിന്, പ്രത്യേകിച്ച് മാനസിക അസ്വാസ്ഥ്യങ്ങൾക്ക്, അതുപോലെ തൊലിപ്പുറത്തുണ്ടാകുന്ന അസുഖങ്ങൾക്ക് ഒക്കെ നാഗപ്രീതി ഉത്തമമാണ് എന്ന് പ്രാചീന കാലം മുതൽ മനുഷ്യൻ വിശ്വസിച്ചു പോന്നിരുന്നു. ഐതിഹ്യങ്ങളെക്കുറിച്ചും വിശ്വാസങ്ങളെക്കുറിച്ചും അനുഭവങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള വിവരങ്ങളെ ആശ്രയിക്കാതെ നമുക്ക് നാഗാരാധനയെക്കുറിച്ച് പറയാൻ പറ്റില്ല. അനുഗ്രഹം നൽകുന്നവയെ മാത്രം ആരാധിച്ചാൽ പോരാ, അങ്ങനെ ആരാധിച്ചാൽ നമ്മൾ നിഗ്രഹിക്കുന്നതിനെ മറന്നുപോകുമെന്നുള്ളൊരു ഭയം ഈ നിഗ്രഹശക്തികളെ ആരാധിക്കുന്ന രീതിയുടെ പുറകിലുണ്ട്. അതായത് ഗുണം നൽകുവാൻ ശക്തിയുള്ള സൂര്യനെയും ചന്ദ്രനെയും നദിയെയും വൃക്ഷത്തെയും പർവ്വതത്തെയും ഒക്കെ ആരാധിക്കുന്ന മനുഷ്യൻ നിഗ്രഹിക്കുവാൻ ശക്തിയുള്ള ഈശ്വര സ്വരൂപമായി നമ്മൾ കാണുന്ന നാഗങ്ങളെ കൂടി ആരാധിക്കുവാനുള്ള ഹൃദയവിശാലത ഈ ഭൂമിയിൽ മനുഷ്യർക്കുണ്ടായി. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, എല്ലാ ജീവജാലങ്ങളിലുമുള്ള ഈശ്വരാംശത്തെ ദർശനങ്ങളിലൂടെ ഈ ഭാരതം ഈ ലോകത്തിന് നൽകി. പ്രപഞ്ചസത്യങ്ങളെക്കുറിച്ച് ധ്യാനത്തിലൂടെ വെളിവായിട്ടുള്ള ഭാരതത്തിലെ ഋഷിമാർ ചില നിഗൂഢ ശാസ്ത്രങ്ങൾ നമ്മൾക്ക് ലഭ്യമാക്കി തന്നിട്ടുണ്ട്. ഏത് ചോദ്യത്തിനും ഈ ഭാരതത്തിലെ ഋഷിമാർ ധ്യാനത്തിലൂടെ മറുപടി തരുമായിരുന്നു. അതായത് ഇന്ദ്രിയങ്ങളിലൂടെ കിട്ടുന്ന അറിവിനെ ജ്ഞാനമെന്ന് പറയുന്നു. അങ്ങനെയുള്ള ജ്ഞാനശക്തി കൊണ്ട് ഋഷീശ്വരന്മാർ ഈശ്വരനിൽ നിന്ന് ശ്രവിച്ച് ദേവഭാഷയായ സംസ്കൃതത്തിൽ രചിച്ചതാണ് വേദം.
വേദത്തിന് ശ്രുതി എന്നുകൂടി നമ്മൾ പറയാറുണ്ട്. അതായത് ഈശ്വരനിൽ നിന്ന് ശ്രവിച്ച് ദേവഭാഷയായ സംസ്കൃതത്തിൽ രചിച്ചതാണ് വേദം. അത് ഗുരുപരമ്പരകളിലൂടെ അവരുടെ ഓർമ്മയിൽ നിന്ന് പകർന്നു കൊടുത്ത ജ്ഞാനത്തെ സ്മൃതി എന്നുകൂടി നമ്മൾ പറയുന്നു. സ്മൃതി എന്നാണ് അതിന് പറയുന്നത്. അങ്ങനെ ഈ ആരാധനാക്രമങ്ങളുടെ ഭാഗമായി നമ്മൾ ഭയം കൊണ്ടാണോ ഈ നാഗാരാധന നടത്തുന്നത് എന്ന് ഇവിടെ ഇരിക്കുന്നവർക്ക് ആർക്കെങ്കിലും ഒരു സംശയമുണ്ടെങ്കിൽ ഒരിക്കലും അത് ഭയം കൊണ്ടല്ല. ഭാരതത്തിൽ നാഗാരാധന നടത്തപ്പെടുന്നത് അവരുടെ ദിവ്യത്വം മനസ്സിലാക്കിക്കൊണ്ടാണ്. ദിവ്യത്വമുള്ള നാഗങ്ങളെയാണ് ഭാരതീയർ ആരാധിക്കുന്നത്. ദിവ്യത്വമുള്ള സർപ്പങ്ങളുമുണ്ട്, ദിവ്യത്വമുള്ള നാഗങ്ങളുമുണ്ട്. സർപ്പങ്ങൾ എന്നാൽ വിഷമുള്ളവയാണ്. അതിലും ഉത്തമ സർപ്പങ്ങളുണ്ട്. നാഗമെന്ന് പറഞ്ഞാൽ വിഷമില്ല, ദിവ്യത്വം കൂടുതലാണ് അവർക്ക്. നാഗങ്ങളിലാണ് ഇരുതലയുള്ള നാഗങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ആരാധിക്കുന്ന മൂർത്തികളിൽ ദിവ്യത്വമുള്ള സർപ്പങ്ങളെയും നാഗങ്ങളെയുമാണ് നമ്മൾ ആരാധിക്കുന്നത്. ഞാൻ പറഞ്ഞു വേദങ്ങളെക്കുറിച്ച്. വേദങ്ങളിൽ പോലും ഏറ്റവും പ്രാചീനമായ വേദമാണ് ഋഗ്വേദം. ഋഗ്വേദത്തിൽ പോലും സർപ്പത്തെ ഒരു ആരാധനാമൂർത്തിയായി കാണുന്നു. അപ്പോൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭാരതത്തിൽ ഈ ആരാധനാക്രമങ്ങളുടെ കൂട്ടത്തിൽ നാഗങ്ങളിൽ കൂടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഋഷീശ്വരന്മാർ. ഇനി ഋഗ്വേദമല്ലാതെയുള്ള സാമവേദത്തിലും യജുർവേദത്തിലും മന്ത്രങ്ങളുണ്ട്. നാഗങ്ങളെ പ്രീതിപ്പെടുത്തുന്ന മന്ത്രങ്ങളുണ്ട്. ആ നാഗങ്ങളെ പ്രീതിപ്പെടുത്തുന്ന മന്ത്രങ്ങൾ ഇന്നും നാഗാരാധനാക്രമങ്ങളിൽ ഉപയോഗിക്കുന്നു. അത് ധനലാഭത്തിന് വേണ്ടി, ഫലഭൂയിഷ്ഠതയ്ക്ക് വേണ്ടി, അമരത്വത്തിനു വേണ്ടി, യുവത്വത്തിനു വേണ്ടി, ഐശ്വര്യത്തിനു വേണ്ടിയൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ട മന്ത്രങ്ങൾ, നമ്മൾ ചൊല്ലേണ്ട മന്ത്രങ്ങൾ വേദങ്ങൾ ഉദ്ഘോഷിക്കുന്നു. അഥർവവേദത്തിൽ ഈ പ്രകൃതിയുടെ വികൃതികളെ, പ്രകൃതിയുടെ നെഗറ്റീവായിട്ടുള്ള ശക്തികളുണ്ടെങ്കിൽ അവരെ പിടിച്ചു നിർത്താനുള്ള മന്ത്രങ്ങളുണ്ട് അഥർവവേദത്തിൽ. അപ്പോൾ അതിൽ നിന്ന് ഈ പ്രഭാഷണം കേൾക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ അവരുടെ രൂപത്തെയല്ല, നമ്മൾ അവരുടെ ദിവ്യത്വത്തെയാണ് ആരാധിക്കുന്നത്. അതാണ് നാഗാരാധനയുടെ ഒരു പ്രത്യേകത. നമ്മൾ ആ രൂപത്തെ അല്ല ആരാധിക്കുന്നത്, നമ്മൾ അവയുടെ ദിവ്യത്വത്തെയാണ് ആരാധിക്കേണ്ടത്. വെറുതെ പോയി തൊഴുതിട്ട് പോരുമല്ല വേണ്ടത്. അതിലെ ശാസ്ത്രീയ വശം എന്താണ്, എന്തിനാണ് നമ്മൾ ആരാധിക്കുന്നത്, അവരെ ആരാധിക്കുന്നത് എന്തിനാണ് എന്ന് ചിന്തിക്കാതെ പോയി ആരാധിക്കുമ്പോൾ അത് വെറുതെ ഒരു മെക്കാനിക്കലായി പോകും. കുറേ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി അവരുടെ അടുത്ത് പോയി ഇങ്ങനെ ഓരോന്ന് ചോദിക്കുകയല്ല വേണ്ടത്. അവരെ ദിവ്യത്വമുള്ള, അതെങ്ങനെ ആരാധനാക്രമങ്ങളിലേക്ക് വരുന്നതിനെക്കുറിച്ച് ഞാൻ പറയാം പിന്നീട്. അതുപോലെ തന്നെ മതപരമായ ചടങ്ങുകളും വൈദിക യാഗങ്ങളുമൊക്കെ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഗ്രഹ്യസൂത്രം. ഇതൊക്കെ ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ഋഷീശ്വരന്മാർ രചിച്ച ഗ്രന്ഥങ്ങളാണെന്ന് ആലോചിക്കണം. ആ ഗ്രന്ഥങ്ങളിൽ പ്രത്യേകിച്ച് ഈ ഗ്രഹ്യസൂത്രത്തിൽ സർപ്പബലിയെക്കുറിച്ചും നാഗാരാധനയെക്കുറിച്ചും സർപ്പവധ ദോഷ നിവാരണത്തെക്കുറിച്ചും പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു പാമ്പിനെ കൊന്നാൽ, അല്ലെങ്കിൽ ഒരു പാമ്പിനെ നമ്മൾ കാരണം കൊല്ലാനൊരിട വന്നാൽ ആ ദോഷം എങ്ങനെ നിവാരണം ചെയ്യാം, അതിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാം എന്ന് പറയുന്നുണ്ട് എന്ന് അതിനു വേണ്ട മന്ത്രങ്ങളും അതിൽ പറയുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് നമ്മൾ ഇവരെ ആരാധിക്കുന്നത്, എന്താണ് അവരുടെ ദിവ്യത്വം. നിങ്ങൾ ഓർക്കുക, സർപ്പത്തിൻ്റെ ചലനത്തിൻ്റെ രീതി ഓർക്കുക. സർപ്പിളാകൃതിയിലാണ് സർപ്പങ്ങൾ ചലിക്കുന്നത്, അല്ലേ? ഊർജത്തിൻ്റെ പ്രത്യക്ഷ രൂപങ്ങളായി ഈ ഭൂമിയിൽ ആകെയുള്ള ഒരു ജീവി സർപ്പമാണ്. ഊർജശക്തി സർപ്പിളമായി ചലിക്കും. അങ്ങനെ സർപ്പിളമായി ചലിക്കുന്ന ഈ ഭൂമിയിലെ ഏക ജീവി സർപ്പങ്ങളാണ്.
ഊർജത്തിൻ്റെ ശക്തി, നമ്മളെ നഗ്നനേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാവുന്ന ഏക ദിവ്യത്വമുള്ള ജീവിയാണ് സർപ്പം. അതാണ് ആ ഊർജശക്തിയുടെ ആ പ്രസരണത്തെ, സൂര്യനിൽ നിന്ന് നിർഗമിക്കുന്ന ആ പ്രകാശകിരണങ്ങൾ, ആ ഊർജം സർപ്പിളമായി ഇവിടെ എത്തുന്നു. ആ രൂപമാകെ സർപ്പങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ആ ഊർജത്തിൻ്റെ ആ ഗതി നിർണയിക്കുന്ന. അപ്പോൾ ആലോചിക്കുക, ബ്രഹ്മാവിൽ നിന്ന് ഉദ്ഭവിച്ചു എന്ന് നമ്മൾ കരുതുന്ന ദേവന്മാരെക്കാൾ ശ്രേഷ്ഠരാണ് സർപ്പങ്ങൾ. ദേവന്മാരെക്കാൾ ശ്രേഷ്ഠമായൊരു സ്ഥാനമാണ് സർപ്പത്തിനുള്ളത്. നോർക്കുക, മഹാദേവൻ്റെ കണ്ഠത്തിന് ചുറ്റും 3 ചുറ്റായിട്ടിരിക്കുന്ന വാസുകി, ആ വാസുകിയുടെ ആ സ്ഥാനം, മഹാദേവൻ നൽകിയിട്ടുള്ള സ്ഥാനം, എത്രയോ വലിയ സ്ഥാനമാണ് മഹാദേവൻ നൽകിയിട്ടുള്ളത്. അതിൻ്റെ പ്രതീകം, അതിൽ ഉൾക്കൊണ്ടിട്ടുള്ള തത്വം അത് മറ്റൊരു വശം. എങ്കിലും മറ്റാരെയും മഹാദേവൻ ആ കണ്ഠത്തിലിരുത്തിയില്ല. മറ്റാരെയും ഗണപതി ഭഗവാൻ ശരീരത്തിൽ അണിഞ്ഞില്ല. മറ്റാരെയും ദുർഗ വളയാക്കിയില്ല. മറ്റാരെയും ദേവി കയറാക്കിയില്ല, ആയുധമാക്കിയില്ല. അപ്പോൾ സർപ്പത്തിന് ദേവന്മാരെക്കാളും ഉയർന്ന ഒരു സ്ഥാനമുണ്ട് എന്ന് നമ്മളെ കാട്ടിത്തരികയാണ് അവർ. ഓരോ ക്ഷേത്രങ്ങളിലും നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ആ അകത്തിരിക്കുന്ന മൂർത്തിക്ക് പുറത്ത് ഒരു നാഗമുണ്ടാവും, ഒരു സർപ്പമുണ്ടാകും. അവിടെയുള്ള അതിന് ഇതിൻ്റെ ഒരു പ്രത്യേകത, ഈ വിഷയത്തിൻ്റെ ഒരു പ്രത്യേകത, ഇതിന് നമ്മളുടെ മനസ്സിലുദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഡയറക്റ്റായിട്ടൊരു ഉത്തരം തരാൻ ഒരു പുസ്തകവുമില്ല, ഒരു ഗ്രന്ഥവുമില്ല ഈ ലോകത്ത്. ആകെയുള്ളത് വിദേശീയർ, ഫ്രക്സൺ, വോഗൽ എന്നൊക്കെ പറയുന്ന വിദേശീയരായ ആളുകൾ ഈ ഇന്ത്യയിൽ വന്ന് കുറേ അധികം നാൾ ജീവിച്ച് ക്രൂക്ക് എന്ന് പറയുന്ന ഒരാളുണ്ട്. അതുപോലെ ജെയിംസ് ഫ്രക്സൺ എന്ന് പറയുന്ന ആളാണ് ട്രീ ആൻഡ് സർപ്പൻ വർഷിപ്പ് എന്ന് പറയുന്ന ഒരു പുസ്തകം രചിച്ചിട്ടുണ്ട്. ഇതെല്ലാം വിദേശീയർ ഇവിടെ വന്ന് വർഷങ്ങളോളം താമസിച്ച് ഇവിടെ വന്ന് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അവരെഴുതി വച്ചിരിക്കുന്ന ബുക്കുകളാണ്. ഇതല്ലാതെ നിങ്ങൾ ഏതൊരു പുസ്തകത്തിൽ നോക്കിയാലും ഏതൊരു ഗ്രന്ഥത്തിൽ നിങ്ങൾ നോക്കിയാലും എന്തുകൊണ്ട് നമ്മൾ നാഗാരാധന നടത്തുന്നു എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം കിട്ടില്ല. ഭാഗവതത്തിൽ അവിടെ ഇവിടെയായി. ഭാഗവതത്തിൻ്റെ ഒരു പ്രത്യേകത ഏതാണ്? ഏത് ചോദ്യത്തിനും ഭാഗവതത്തിൽ ഉത്തരവുണ്ട്. പക്ഷേ അത് പലതായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ മനസ്സിലാക്കണം. ഭാഗവതത്തിൽ എന്തിനോടൊക്കെയാണ് സർപ്പത്തെ ഉപമിച്ചിരിക്കുന്നതെന്നറിയോ ഭഗവാൻ? സർപ്പത്തിൻ്റെ ആ ഒരു ദിവ്യത്വത്തെ നമ്മളെ കാട്ടിത്തരാൻ വേണ്ടി ഭാഗവതത്തിൽ അവിടെ ഇവിടെ നമ്മളത് ആ ഒരു മാനസിക അവസ്ഥയോടുകൂടി അല്ലെങ്കിൽ ആ ഒരു ത്വരയോടുകൂടി ഭാഗവതം വായിച്ചാലേ അത് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഈ ദേവന്മാരെക്കാൾ ശ്രേഷ്ഠമായിട്ട് നാഗങ്ങളെ കരുതുന്നത് കൊണ്ടും ആ ദിവ്യമായ ശക്തി അവരിലുള്ള സർപ്പിളമായ അവരുടെ ചലനത്തെ, ഊർജത്തിൻ്റെ ചലനം, ഊർജ ശക്തി എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിൽ നമുക്ക് ചൈതന്യമായി നമ്മളിൽ കുടികൊള്ളുന്നത് എന്നത് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാവുന്ന സർപ്പങ്ങളെ, ആ ദിവ്യമായ ഊർജശക്തി പ്രസരിക്കുന്നത് എങ്ങനെയാണോ അതിൻ്റെ പ്രത്യക്ഷ രൂപമായ നാഗങ്ങളെ ഒരു ഉപാധിയായി അവലംബിച്ച് ഉപാസിക്കുക എന്നത് ഋഷി സമ്പ്രദായമാണ്. ഇതാണ് ഭാഗവതം പറയുന്നത്. ഒരു ഋഷി സമ്പ്രദായമാണ്. പ്രതീകമായി കാണുന്ന വസ്തുവിനെ നമ്മൾ ബ്രഹ്മമായി കാണുന്നു ഭാരതീയര്. ഒരു പ്രതീകമായി. ഇനി സർപ്പത്തിന് ഏതൊക്കെ കാര്യങ്ങൾക്ക് പ്രതീകമാണെന്നുള്ളത് പുറകെ പറയാം ഞാൻ. അടുത്തത്, അപ്പോൾ ഊർജശക്തിയുടെ പ്രസരണം, അതിനെക്കുറിച്ച് പറയുന്നതിനോടൊപ്പം നമ്മൾ അടുത്തൊരു കാര്യം, ആദിയുടെ അംശമായ, നിങ്ങളൊന്ന് ചിന്തിക്കുക, മനുഷ്യൻ എവിടെ നിന്നാണ് മനുഷ്യൻ്റെ തുടക്കം? ഒരു ജന്മമുണ്ടാകുന്നത് എന്തിൽ നിന്നാണ്? ഒരു ജന്മം ഉത്ഭവിക്കുന്നത് ഒരു ബീജവും അണ്ഡവും ചേരുമ്പോഴാണ്
ഒരു ജന്മമുണ്ടാകുന്നത്. അതിൽ ആ ബീജത്തിൻ്റെ ചലനമൊന്ന് നിങ്ങൾ ഒന്ന് ഏതെങ്കിലും പുസ്തകത്തിലോ നെറ്റിലോ സെർച്ച് ചെയ്ത് നോക്കൂ. എന്താണ് ആ ബീജത്തിൻ്റെ രൂപം? നാഗരൂപികളായ ബീജങ്ങളാണ് മനുഷ്യൻ്റെ ജന്മത്തിന് അടിസ്ഥാനം. ആ നാഗരൂപികളായ ബീജം ചുമക്കുന്നതോ ജീവൻ്റെ ചുരുളുകളെയും ശിരസിലേറ്റിക്കൊണ്ടാണ് ഓരോ ബീജവും സഞ്ചരിക്കുന്നത്. ബീജത്തിൻ്റെ ശിരസിൻ്റെ ഭാഗത്താണ് DNA ഇരിക്കുന്നത്. DNA ആണ് ഓരോ ജീവനിലും അതിൻ്റെ ബ്ലൂ പ്രിൻ്റ്. ഓരോ ജീവനിലും എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ മാത്രമല്ല, മൃഗത്തിൻ്റെ ആയാലും പക്ഷിയുടെ ആയാലും എന്തിനൊരു ബാക്ടീരിയയുടെ ആയാൽ പോലും ഒരു DNA ഉണ്ട്. DNA എന്ന് പറഞ്ഞാൽ ജീവൻ്റെ ചുരുളുകളാണത്. സൃഷ്ടിയുടെ രൂപരേഖയാണ് DNA. DNAയുടെ രൂപം നിങ്ങളൊന്ന് വീട്ടിൽ പോയി നോക്കൂ. അത് സർപ്പിളമാണ്. 2 സർപ്പങ്ങൾ ഇണചേരുന്നത് പോലെയാണ് DNAയുടെ രൂപം. ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഓരോ ജീവജാലങ്ങളുടെയും അടിസ്ഥാന ഘടന സർപ്പിളമാണ്. ഇനി മറ്റൊരു പ്രത്യേകത, DNA ലവണ സ്വഭാവമുള്ള ഒരു ലിക്വിഡിലാണ്, ഒരു ദ്രാവകത്തിലാണ് DNA. മനുഷ്യൻ്റെ ജീവൻ ജലത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു എന്ന് ഋഷീശ്വരന്മാർ ഈ ഭാരതത്തിൽ കണ്ടപ്പോൾ, അതീന്ദ്രിയ ജ്ഞാനമുള്ള ഋഷിമാർ ഇത് കണ്ടപ്പോൾ ഇന്ന് ശാസ്ത്രം അത് തെളിയിച്ചിരിക്കുന്നു. ഭാഗവതത്തിൽ ഇല്ലാത്തതൊന്നും തന്നെ ഒന്നിലും എവിടെയും കാണില്ല. ഈ ലോകത്തുള്ളതെല്ലാം ഭാഗവതത്തിലുണ്ട് എന്ന് നമ്മൾ പറയുന്നത് ഇതുകൊണ്ടാണ്. അങ്ങനെ ആ DNA-യുടെ ഒരു രൂപം 2 സർപ്പങ്ങൾ ഇണചേരുന്നത് പോലെ നമുക്ക് തോന്നിപ്പിക്കുന്ന ആ രൂപം, അതാണ് മനുഷ്യൻ്റെ ജീവൻ്റെ സൃഷ്ടിയുടെ രൂപരേഖ, ബ്ലൂ പ്രിൻ്റാണത്. ആ സർപ്പാകൃതിയിൽ ഉള്ള DNA-യുടെ രൂപം ഓരോ ജീവനിലുമുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തത്, ഈ സർപ്പത്തിനെ കുറിച്ച് ഗീതയിലാണെങ്കിലും ഭാഗവതത്തിലുമാണെങ്കിലും ഒക്കെ പറയുമ്പോൾ സർപ്പത്തിൻ്റെ ഒരു പ്രത്യേകത അതിൻ്റെ അമരത്വമാണ്. അവർ ജനിച്ച് കുറച്ച് നാളുകൾക്കുള്ളിൽ അവരുടെ പടം പൊഴിക്കും. അതായത് അവരുടെ മൂക്കിൻ്റെ തുമ്പ് മുതൽ വാലിൻ്റെ അറ്റം വരെയുള്ള മുഴുവൻ തൊലിയും, കണ്ണിന് മുകളിലുള്ള ആ ഭാഗം പോലും ഉരിഞ്ഞു മുഴുവനും പോവും. 3 മാസം കൂടുമ്പോൾ ഇപ്പോൾ മുട്ട വിരിഞ്ഞ പാമ്പുകൾക്ക് അടുപ്പിച്ചടുപ്പിച്ച് പടം പൊഴിയുമെങ്കിൽ അത് പ്രായം കൂടുന്തോറും അതിൻ്റെ ആ ഡ്യൂറേഷന് വ്യത്യാസം വരുമെന്ന് മാത്രം. എങ്കിലും പടം പൊഴിയുന്നതിനെ അമരത്വത്തിൻ്റെ പ്രതീകമായി കാണുന്നു നമ്മൾ. ആ യുവത്വത്തിൻ്റെ പ്രതീകമായി കാണുന്നു. മരണമില്ലായ്മയുടെ പ്രതീകമായി ഈ ലോകത്തുള്ള സകല മനുഷ്യരും സർപ്പങ്ങളെ കാണുന്നത് അമരത്വത്തിൻ്റെ പ്രതീകമായിട്ടാണ്. ഓരോ പ്രാവശ്യം അവരുടെ പടം പൊഴിയുമ്പോഴും പുതുജീവനാണ് അവർക്കുണ്ടാകുന്നത്. ഈ ഒരു പ്രോസസ്സ് ഒരു മനുഷ്യൻ്റെ ജന്മത്തിലുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ഒരു ബീജവും അണ്ഡവുമായി ചേർന്ന് തൃതീയ സ്കന്ധത്തിൽ, ഞാൻ പറയാം, ഭാഗവതത്തിലെ തൃതീയ സ്കന്ധം എടുത്തു നോക്കൂ. കൃത്യമായി പറയുന്നുണ്ട് ഇതെല്ലാം. അണ്ഡവും ബീജവുമായി ചേർന്ന് കലലം എന്ന് പറയുന്ന, സൈഗോട്ട് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ഒരു രൂപം ഉണ്ടായിക്കഴിഞ്ഞ് അത് പതുക്കെ 4-5 ദിവസം കൊണ്ട് ചലിച്ച് ബുദ്ബുദം എന്ന് പറയുന്ന, ഭാഗവതത്തിലെ ഭാഷയാണ് ഞാൻ പറയുന്നത്, ഭാഗവതത്തിലെ നോമൻക്ലേച്ചറാണ് ഞാൻ യൂസ് ചെയ്തത്. ബുദ്ബുദം, അതായത് ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും, ആയി മാറുന്ന ആ രൂപം ഗർഭപാത്രത്തിലേക്കുള്ള അതിൻ്റെ പ്രയാണത്തിൽ ഒരു 5-6 ദിവസത്തിനുള്ളിൽ നടക്കുന്ന കാര്യമാണ് ഞാൻ പറയണേ. ആ പ്രയാണത്തിൽ എങ്ങനെയാണോ പാമ്പ് അല്ലെങ്കിൽ സർപ്പം അതിൻ്റെ പടം പൊഴിക്കുന്നത്, അതുപോലെ ആ ബ്ലാസ്റ്റോസിസ്റ്റ് അഥവാ ബുദ്ബുദം എന്ന് ഭാഗവതം ഉപയോഗിക്കുന്ന ആ ഒരു ജീവന് ഒരു പുറംപാളിയുണ്ട്. അതിന് സോണ പെല്യൂസിഡ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു. ആ പുറംതോട്, ആ ബുദ്ബുദത്തിൻ്റെ പുറംതോട്
പൊഴിഞ്ഞ് താഴെ ഇട്ടുകൊണ്ടാണ് ഗർഭപാത്രത്തിലേക്ക് കയറുന്നത്, ഒരു പുതുജീവൻ തരുന്നത്. ഒന്ന് നോക്കൂ, എത്ര പ്രതീകാത്മകമാണ്, എത്ര ദിവ്യത്വമുള്ളവരാണ് സർപ്പങ്ങൾ. അവരെ നമ്മൾ പ്രതീകമാക്കിക്കൊണ്ട് നമ്മൾ ആരാധനാമൂർത്തികളായി കാണുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് ജീവൻ്റെ പരിണാമത്തിൽ പോലും, നമ്മളുടെ ജീവൻ്റെ പരിണാമത്തിലുടനീളം മരിച്ചാലും തീരില്ല അത്. ഇവരുടെ നമ്മളുമായുള്ള ഒരു ബന്ധം, മനുഷ്യനുമായുള്ള ഒരു ബന്ധം, നമ്മൾ എന്തുകൊണ്ടാണ് നാഗരൂപികളായ ബീജത്തിൽ തുടങ്ങി നാഗരൂപികളായ DNA എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ സൃഷ്ടിയുടെ രൂപരേഖയിൽ തുടങ്ങി അവൻ്റെ ജന്മം മുഴുവനും അവൻ്റെ മനുഷ്യൻ്റെ ശരീരത്തിലൂടെ ഓടുന്ന, ഓരോ മനുഷ്യൻ്റെ ശരീരത്തിൽ കൂടി ഓടുന്ന ഞരമ്പുകൾ നിങ്ങൾ ഓർത്തു നോക്കൂ. സർപ്പിളമാണത്. മനുഷ്യന് ഊർജ്ജശക്തി നൽകുന്ന മുഴുവൻ ന്യൂറോൺസും സർപ്പിളമായാണ് ഈ ശരീരത്തിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ അങ്ങനെ ആ പടം പൊഴിക്കൽ എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയ, ഗീതയിൽ ഭഗവാൻ പറയുന്നത്, ഞാൻ ഒരു മനുഷ്യൻ വസ്ത്രം മാറുന്നത് പോലെയാണ് അടുത്തൊരു ജന്മം എടുക്കുന്നതെന്ന്. മനുഷ്യൻ ഒരു വസ്ത്രം മാറി മറ്റൊരു വസ്ത്രം ധരിക്കുന്നത് പോലെ ആത്മാവ് ഒരു ശരീരത്തിൽ പ്രവേശിക്കുന്നു. ആ ശരീരം ഇല്ലാതെയാകുമ്പോൾ ആ വസ്ത്രത്തെ ഉരിഞ്ഞ അടുത്ത ഒരു വസ്ത്രം ധരിക്കുന്നത് പോലെയാണ് പല പല ജന്മങ്ങൾ എന്ന് ഗീതയിൽ പറയുന്നുണ്ട്. എങ്കിൽ അതിന് പ്രതീകാത്മകമായി നമുക്ക് പറയാൻ ഈ ലോകത്തെ ഏക ജീവി ദിവ്യത്വമുള്ള സർപ്പങ്ങൾ മാത്രമാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കുക, ഊർജത്തിൻ്റെ ആ പ്രസരണവും നാഗരൂപികളായ ബീജങ്ങളുടെ കൂടിച്ചേരലുകളും എങ്ങനെ മനുഷ്യൻ്റെ നാഗാരാധനയുടെ അടിസ്ഥാനം നമ്മളെ എവിടെ കൊണ്ടുപോയി എത്തിക്കുന്നു എന്ന് ഓർക്കുക. ഇതുപോലെയാണ് മനുഷ്യൻ്റെ ശരീരത്തിലുള്ള കുണ്ടലിനി ശക്തി. ശ്രീനാരായണ ഗുരുവിൻ്റെ കുണ്ടലിനി പാട്ട് കേട്ടിട്ടുള്ള ആരെങ്കിലും, വായിച്ചിട്ടുള്ള ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഒന്നുകൂടി ഇന്ന് പോയി വായിച്ചു നോക്കൂ. ആ ശക്തിയെക്കുറിച്ച്, ആ സർപ്പിളമായ ശക്തി മൂലാധാരത്തിൽ നിന്ന് തുടങ്ങി ഓരോ ചക്രങ്ങളിലൂടെ സഞ്ചരിച്ച് ഈ ബ്രഹ്മരന്ധ്രത്തിൽ കൂടി ഇവിടെ ഈ ശിരസിൽ വന്നതിന് ശേഷം ബ്രഹ്മരന്ധ്രത്തിൽ നിന്ന് തിരിച്ചു താഴേക്ക് പോയി അത് എവിടെ നിന്നാണോ അത് ഉത്ഭവിച്ചത് ആ മൂലസ്ഥാനത്ത് പോയി ഉറങ്ങി കിടക്കുന്ന ആ കുണ്ടലിനി ശക്തിയെക്കുറിച്ച് എത്ര ഭംഗിയായിട്ടാണ് ശ്രീനാരായണ ഗുരു കുണ്ടലിനി പാട്ടിൽ അത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ പ്രാണശക്തിയുടെ പ്രഭവസ്ഥാനം മൂലാകാരത്തിൽ സർപ്പാകൃതിയിൽ 1000 കോടി അനന്തൻ എന്നാണ് നാരായണ ഗുരു അതിനെ വിശദീകരിച്ചിട്ടുള്ളത്. ഇനി സൗന്ദര്യലഹരിയിൽ 3.5 ചുറ്റോടുകൂടി, സൗന്ദര്യലഹരിയിൽ പറയുന്നത് 10ാമത്തെ ശ്ലോകത്തിൽ 3.5 ചുറ്റോടുകൂടി മൂലാധാരത്തിൽ ഉറങ്ങുന്നുവെന്നും 72,000 നാഡികളിലൂടെ ചലിച്ച് ആനന്ദലഹരി അനുഭവിച്ചതിന് ശേഷം മടങ്ങി അവിടെ വന്നിരിക്കുന്നു എന്നും. 3.5 ചുറ്റുള്ളൊരു സർപ്പമായിട്ടാണ് ആ കുണ്ടലിനി ശക്തിയെ സൗന്ദര്യലഹരിയിൽ ശങ്കരൻ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ നമ്മുടെ ശരീരത്തെ ഒരു സർജറി ചെയ്ത് നോക്കിയാൽ ഈ ശക്തി അവിടെ ഉണ്ടോ? ഇല്ല. അതിനാണ് ഛാന്തോഗ്യോപനിഷത്തിൽ ഒരു ആലിൻ്റെ വിത്തിനെ പിളർത്തി നോക്കാൻ ഛാന്തോഗ്യോപനിഷത്ത് പറയുന്നത്. അതിൽ ഈ ആൽമരമുണ്ടോ? ഇല്ല. പക്ഷി ഉണ്ട്, അതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അദൃശ്യമായ, കണ്ണിന് ഗോചരമല്ലാത്ത ഇതുപോലുള്ള ശക്തികളെ തിരിച്ചറിയുവാൻ കഴിവുള്ള ഋഷീശ്വരന്മാർ ഉണ്ടായിരുന്ന നാടാണ് ഭാരതം. അതീന്ദ്രിയ ജ്ഞാനത്തിലൂടെ അവർ നേടിയ അറിവുകളാണ് ഇന്ന് ഇതുപോലുള്ള സത്രവേദികളിൽ നമ്മൾ പ്രഭാഷണത്തിലൂടെ ശ്രവിക്കുന്നത്. ഇനി അപ്പോൾ ഇത്രയും പറഞ്ഞതുകൊണ്ട് ഏകദേശം ഒരു രൂപം നമ്മളും സർപ്പവുമായുള്ള ബന്ധം എന്താണ് എന്ന് എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ മനസ്സിലാക്കിയിട്ടുണ്ടാവും നിങ്ങൾ. ഇനി ബ്രഹ്മസൂത്രത്തിലെ സൂത്രങ്ങളിൽ
നമ്മളുടെ ആരാധനാക്രമങ്ങളെക്കുറിച്ച്, എങ്ങനെ ആരാധന നടത്തണം നമ്മൾ ഭാഗവതത്തിലും പറയുന്നുണ്ട്. ഭാഗവതത്തിൽ എങ്ങനെ ഉപാധിയെ ആശ്രയിച്ച് ഉപാസിക്കുന്നത് എങ്ങനെ എന്ന് ദശമസ്കന്ധത്തിലെ 87-ാമത്തെ അധ്യായത്തിൽ, ഒന്നും കൂടെ പറയാം ഞാൻ, ദശമസ്കന്ധത്തിലെ 87-ാമത്തെ അധ്യായം വായിച്ചു നോക്കൂ. അതിൽ ഉപാധിയെ ആശ്രയിച്ച് ഉപാസിക്കുന്ന രീതി പറയുന്നുണ്ട്. എപ്പോഴും ഇവിടെ ഇരിക്കുന്നവർക്ക് സംസ്കൃതം അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങൾ ഭാഗവതത്തിൻ്റെ തനി മലയാളം ട്രാൻസ്ലേഷനുണ്ട്, അത് മേടിച്ച് വായിക്കണം. അപ്പം നമുക്ക് കുറേ കൂടെ നമ്മൾ ഭാഗവതത്തെ മനസ്സുകൊണ്ട് നമ്മൾ എന്തേ ഇത് വൈകി, എന്തേ നമ്മളിത് വായിക്കാൻ വൈകി, എന്തേ ഇത് നമ്മൾ മനസ്സിലാക്കാൻ വൈകി എന്ന് നമ്മൾ വിചാരിക്കും. ഭാഗവതത്തിൻ്റെ തനി മലയാളം ട്രാൻസ്ലേഷൻ ഗുരുവായൂർ പബ്ലിക്കേഷൻസിൻ്റെ ഉണ്ട്. അത് വായിക്കാം. ഇല്ലെങ്കിൽ ഒരു ലീലാവതി എന്ന് പറയുന്ന ഒരു, ലീലാവതി ടീച്ചറല്ല, അല്ലാതെ ഒരു സ്ത്രീ എഴുതിയ ഒരു ബുക്കുണ്ട്. ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഡയറക്റ്റ് നോളജാണ് ഭാഗവതത്തെക്കുറിച്ച് കിട്ടുന്നത്. ഈ മനസ്സിലാക്കാൻ പറ്റാത്ത, നമുക്ക് അപ്രാപ്യമായ സംസ്കൃതം വായിച്ചിട്ട് ഒന്നും മനസ്സിലാവാതെ വെറുതെ ഇങ്ങനെ ഇരിക്കുന്നേക്കാൾ എത്രയോ നല്ലതാണ് നമ്മൾ അർത്ഥം മനസ്സിലാക്കി കാര്യങ്ങൾ ഗ്രഹിക്കുന്നത്. അതിൽ ഈ ദശമസ്കന്ധമൊക്കെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഈശ്വരോപാസന ചെയ്യേണ്ടതെന്ന് വ്യക്തമായൊരു ധാരണ കിട്ടും. അതിൽ ഉപാധിയെ ആശ്രയിച്ച് ഉപാസിക്കുന്ന ഒരു രീതി പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നു, ബ്രഹ്മസൂത്രത്തിൽ ആ ഊർജശക്തിയെ നമ്മൾ എങ്ങനെയാണ്, ഊർജശക്തിയെ നമ്മൾ പ്രത്യക്ഷ രൂപമായ നാഗങ്ങളിലൂടെ ഒരു ഉപാധിയായി, പ്രതീകമായി നമ്മളെങ്ങനെയാണ് ആരാധിക്കേണ്ടത്, ഒരു പ്രതീക വസ്തുവിനെ നമ്മളെങ്ങനെയാണ് ബ്രഹ്മമായി കാണേണ്ടത്. ഇപ്പോൾ ഇവിടെ ശ്രീകൃഷ്ണ വിഗ്രഹങ്ങളുണ്ട്. ഒരു വിഗ്രഹത്തെ നോക്കി ഇതാണ് എൻ്റെ കൃഷ്ണൻ എന്ന് പറയാൻ പാടില്ല. പകരം അങ്ങോട്ട് നോക്കിയിട്ട് എൻ്റെ കൃഷ്ണനാണിത് എന്ന് പറയണം. അല്ലാതെ ആ ബിംബമല്ല കൃഷ്ണൻ. ഈ ബിംബത്തെ നോക്കി ഇതാണ് എൻ്റെ കൃഷ്ണൻ, എൻ്റെ കൃഷ്ണനാണിത് എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു മനസ്സിനുണ്ടാകുന്ന ആനന്ദം, മനസ്സിൽ ഉദിക്കുന്ന ഭക്തി, ഇത് നമ്മൾ നാഗത്തന്മാരെ നമ്മൾ തൊഴുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ പ്രതീകം ഈശ്വരനാണ്, ഈശ്വരീയമുള്ളത് ആയതാണ്, ദിവ്യത്വമുള്ളതാണ് എന്ന് നമ്മുടെ മനസ്സിനെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമ്മളറിയാതെ നമ്മളിലൊരു ആരാധനാ മനോഭാവമുണ്ടാവും. അപ്പോൾ ഈ ബ്രഹ്മസൂത്രത്തിൽ പറയുന്നത് പ്രതീക വസ്തുവിനെ ബ്രഹ്മമായി കാണണം എന്നാണ്. 4-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ സൂത്രം വായിച്ചു നോക്കൂ. അതിൻ്റെ അകത്ത് കൃത്യമായി പറയുന്നുണ്ട് എങ്ങനെ ഓരോ വസ്തുവിനെ പ്രതീകമാക്കിക്കൊണ്ട് നമ്മൾക്ക് എങ്ങനെ ആരാധന നടത്താമെന്നുള്ളത്. അപ്പോൾ അതിൽ ഇനി എന്തിൻ്റെയൊക്കെ പ്രതീകമാണ് നമ്മൾ നാഗങ്ങൾ? ദിവ്യജ്ഞാനത്തിൻ്റെ പ്രതീകമാണ് നാഗങ്ങൾ. നിങ്ങൾ ഓർത്തു നോക്കൂ, വാൽമീകി ധ്യാനാവസ്ഥയിലിരുന്നപ്പോൾ വാൽമീകിയുടെ ചുറ്റും വന്ന് നിറഞ്ഞത് ചെടികളല്ല, പകരം ചിതൽപുറ്റാണ്. ചിതൽപുറ്റിനെ പറ്റി പറയുന്നത് അഹിനിലയം എന്നുകൂടി ചിതൽപുറ്റിനെ പറയും. അതായത് ചിതൽപുറ്റുകൾക്ക് കീഴേ സർപ്പങ്ങളുണ്ട്. നാഗലോകത്തിലേക്കുള്ള കവാടങ്ങളായാണ് നമ്മുടെ സ്ക്രിപ്റ്റേഴ്സ് ചിതൽപുറ്റിനെ കുറിച്ച് പറയുന്നത്. എവിടെ ദിവ്യജ്ഞാനമുണ്ടെങ്കിലും ആ ദിവ്യജ്ഞാനികളെ തിരിച്ചറിയാനുള്ള കഴിവ് അതീന്ദ്രിയ ജ്ഞാനമുള്ള നാഗങ്ങൾക്കുണ്ട്, സർപ്പങ്ങൾക്കുണ്ട്. ആ ദിവ്യജ്ഞാനത്തെ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് വാൽമീകിയുടെ ചുറ്റുമൊരു വാൽമീകം രൂപപ്പെട്ടത്. ആ വാൽമീകത്തിൽ നിന്ന് പുറത്തു വന്ന രത്നാകരൻ എന്ന ഒരു സാധാരണ മനുഷ്യൻ വാൽമീകത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ വാൽമീകി എന്ന് നമ്മൾ വിളിക്കുന്നുണ്ടെങ്കിലും ഒരു ആദി കാവ്യത്തിന് അതൊരു കാരണമായില്ലേ? ഈ ലോകം മുഴുവനും നശിച്ചാലും നശിക്കാതെ രാമായണം എന്നും നിലനിൽക്കും. ഈ ഭൂമിയിൽ എത്രയോ കാലം ജീവൻ്റെ തുടിപ്പുള്ളിടത്തോളം കാലം രാമായണത്തിന് മരണമില്ല. അത് എവിടെ നിന്നുത്ഭവിച്ചു? ദിവ്യജ്ഞാനിയായ വാൽമീകിയിൽ നിന്നുത്ഭവിച്ചു. ആ അഹിനിലയം എന്ന് നമ്മൾ പറയുന്ന, അഹിനിലയം എന്ന് അറിയപ്പെടുന്ന ചിതൽപുറ്റുകൾ പാതാള ലോകത്തേക്കുള്ള കവാടങ്ങളാണെന്നും
നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പറയുന്നു. അതൊന്നും വെറുതെ അല്ല. പാതാള ലോകത്ത് നാഗങ്ങളുടെ ലോകമാണ്. ഈ ഭൂമി പോലെ തന്നെ ഇതിന് താഴെയും ഇതിന് മുകളിലും ആയി 14 ലോകങ്ങളുണ്ട് എന്ന് ഭാഗവതം പറയുമ്പോൾ ഭാഗവതത്തിൽ വ്യക്തമായി നാഗലോകത്തെക്കുറിച്ചൊരു വിവരണം തന്നെയുണ്ട്. എന്തുകൊണ്ട് ഈ ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം കൃത്യമായി പറയുന്ന ഭാഗവതം, ഈ ഭൂമി സൂര്യനും ഭൂമിയും തമ്മിലുള്ള ബന്ധമെങ്ങനെ എന്ന് കൃത്യമായി പറയുന്ന ഭാഗവതം, 7 ഭൂഖണ്ഡങ്ങളെക്കുറിച്ച് കൃത്യമായി പറയുന്ന ഭാഗവതം. അമേരിക്ക ആര് കണ്ടുപിടിച്ചു എന്ന് ചോദിച്ചാൽ കൊളംബസിൻ്റെ പേര് പറഞ്ഞ് പഠിച്ചിട്ടുള്ള നമ്മൾ 1000 വർഷങ്ങൾക്ക് മുൻപ് ഭാഗവതത്തിൽ കൃത്യമായി ആ 2 ദ്വീപുകളെക്കുറിച്ചും നോർത്ത് അമേരിക്കയും സൗത്ത് അമേരിക്കയും കുറിച്ചും കൃത്യമായി ഭാഗവതത്തിൽ പറയുന്നുണ്ട്. 7 ഭൂഖണ്ഡങ്ങളെക്കുറിച്ച് പറയുന്ന ഭാഗവതം. ഇതെല്ലാം നമ്മുടെ കൺമുമ്പിൽ നഗ്നനേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാമെങ്കിൽ എന്തുകൊണ്ട് പാതാള ലോകത്തെ നമുക്ക് വിശ്വസിച്ചുകൂടാ? പാതാള ലോകത്തിൻ്റെ പ്രത്യേകതകൾ നമുക്ക് വിശ്വസിച്ചുകൂടാ? നമുക്ക് ചുറ്റും കാണുന്നതെല്ലാം നമുക്ക് വിശ്വസിക്കാമെങ്കിൽ അതിൽ നമ്മൾക്ക് കാണാൻ പറ്റാത്ത പല ലോകങ്ങളുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എന്തുകൊണ്ട് വിശ്വസിച്ചുകൂടാ? നമുക്ക് തീർച്ചയായും വിശ്വസിക്കാം. മഹാഭാരതത്തിൽ ദുര്യോധനൻ ഭീമന് വിഷം കൊടുക്കുന്ന ഒരു ഭാഗമുണ്ട്. വിഷം കൊടുത്തു കഴിഞ്ഞിട്ട് ഈ വിഷം വളരെ സ്നേഹത്തോടു കൂടി ദുര്യോധനൻ ഭീമൻ ഈ വിഷം കൊടുത്തിട്ട് പതുക്കെ ഉന്തി വെള്ളത്തിലേക്കിടും. അവിടെ നിന്ന് നാഗലോകത്തിലേക്ക് പോവും. ഇങ്ങനെ ഊർന്നൂർന്നിറങ്ങി ഭീമൻ പാവം പോകുന്നത് നാഗലോകത്തിലേക്കാണ്. ഉഗ്രവിഷമാണ് അപ്പോൾ ഭീമൻ്റെ ശരീരത്തിലുണ്ടായിരുന്നത്. ഈ ഉഗ്രവിഷത്തെ വിഷപ്പാമ്പുകൾ കൊത്തി ആ വിഷമില്ലാതെയായി. അപ്പോൾ ആ വിഷത്തെ ഇല്ലാതെയാക്കാൻ ഉപയോഗിക്കുന്നത് വിഷം തന്നെയാണ്. വിഷം കൊണ്ട് വിഷമൊഴിഞ്ഞു എന്നാണ് മഹാഭാരതം പറയുന്നത്. വിഷം കൊണ്ട് വിഷമൊഴിഞ്ഞു. സർപ്പത്തിൻ്റെ ഒരു പ്രത്യേകതയാണത്. നിഗ്രഹിക്കാനും അനുഗ്രഹിക്കാനും കഴിവുണ്ട് സർപ്പത്തിന്. സർപ്പം നമുക്കൊരു ദംശനം ഏറ്റാൽ, ഒരു പാമ്പ് കൊത്തി നമ്മൾക്ക് വിഷം ഏറ്റാൽ ആ വിഷചികിത്സയിൽ ഉപയോഗിക്കുന്നത് വെനമാണ്, വിഷം തന്നെയാണ്. വെനം വിഷത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ്. ആ വിഷം കൊണ്ടൊഴിഞ്ഞു എന്നാണ് മഹാഭാരതം പറയുന്നത്. അതിനുശേഷം ഇവർ ഈ നാഗലോകത്ത് ഭീമന് വിഷം നശിപ്പിക്കുന്ന ഔഷധ സേവ നടത്തിയെന്ന് ഭാരതം പറയുന്നു. 8 കുടമാണ് ഭീമൻ കുടിച്ചത് ആ രസായനം ഈ പാതാള ലോകത്ത് എന്ന്. 10,000 ആനയുടെ ശക്തി നേടി ഭീമൻ എന്നാണ് പറയണേ. ആ ലോകത്തിൽ പോയി തിരിച്ചു വന്നപ്പോഴേക്കും ഭീമൻ എത്രയോ മടങ്ങ് ദുര്യോധനനെ തൊടാൻ പോലും പറ്റാത്ത രീതിയിലായില്ലേ ഭീമൻ. അപ്പോൾ ആ നാഗലോകത്തെ, മനുഷ്യലോകത്തെക്കുറിച്ച് പറയുന്നത് നമ്മൾ വിശ്വസിക്കുമെങ്കിൽ അതും വിശ്വസിക്കാം നമുക്ക്. എന്തുകൊണ്ട് വിശ്വസിച്ചുകൂടാ? അങ്ങനെ നമ്മൾ ദിവ്യജ്ഞാനത്തിൻ്റെ പ്രതീകമാണ് സർപ്പങ്ങൾ. വാൽമീകി മാത്രമല്ല കേട്ടോ, ഭൃഗുമഹർഷി മഹാദേവനെ തപസ് ചെയ്തപ്പോൾ ഭൃഗുമഹർഷിയുടെ ചുറ്റും വന്ന് ചിതൽപുറ്റുകൊണ്ട് മൂടി. ആ ഭൃഗുമഹർഷി ഇരുന്ന് തപസ് ചെയ്ത ഭാഗത്തെ ഭൃഗുതീർത്ഥം എന്ന് പറയുന്ന ഒരു നദിയായി അവിടെ മാറി എന്നാണ് പറയണേ. അങ്ങനെ ദിവ്യത്വമുള്ള ആളുകളെ തിരിച്ചറിയുവാൻ കഴിവുള്ള സർപ്പങ്ങൾ, ആ ദിവ്യത്വത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഇനി ഗൗതമ ബുദ്ധൻ ഈ ഇഹലോകവാസം വെടിഞ്ഞതിന് ശേഷം ബുദ്ധൻ്റെ രചനകൾ, അതിൽ പ്രജ്ഞാന പരിമിത സൂത്രങ്ങൾ എന്ന് പറയുന്ന വളരെ ദിവ്യമായ കുറേ സൂത്രങ്ങളുണ്ട്. ആ സൂത്രങ്ങൾ കാണാതെയായി. കാരണം ബുദ്ധൻ എന്തിനാണോ ശ്രീ ബുദ്ധൻ അത് രചിച്ചത്, ആ സൂത്രങ്ങളെ രചിച്ചത്, അത് കേൾക്കാനും മനസ്സിലാക്കാനും ഉതകുന്ന, അല്ലെങ്കിൽ അത് പ്രചരിപ്പിക്കാൻ ഉതകുന്നതായിട്ടുള്ള ശിഷ്യന്മാർ ഇല്ല എന്ന് തോന്നിയത് കൊണ്ട് ആ ജ്ഞാന കലവറ നാഗങ്ങളെ ഏൽപ്പിച്ചു എന്നാണ് പറയണേ. ഒരു സമുദ്രത്തിൻ്റെ താഴെ ഏതോ ഒരു നിഗൂഢമായ സ്ഥലത്ത് അത് ഒളിപ്പിച്ചുവെന്നും, നാഗാർജുനൻ ഉണ്ടായപ്പോൾ, നാഗാർജുനൻ അവതരിച്ചപ്പോൾ നാഗാർജുനനെ സമുദ്രത്തിൻ്റെ ഏതോ അടിത്തട്ടിൽ കൊണ്ടുപോയി ഈ പ്രജ്ഞാന പരമിത എന്ന് പറയുന്ന സൂത്രങ്ങളുടെ ഗ്രന്ഥം കൈമാറി നാഗങ്ങൾ എന്നും സ്ക്രിപ്റ്റേഴ്സ് പറയുന്നു.
ബുദ്ധിസം അങ്ങനെയാണ് വിശ്വസിക്കുന്നത്, ബുദ്ധര്. ഇതുപോലെ തന്നെയാണ് സൂര്യനെയും സർപ്പത്തെയും ഒരുപോലെ ആരാധിക്കുന്ന രാജ്യങ്ങളുണ്ട്. സൂര്യൻ്റെ കിരണങ്ങൾ സർപ്പങ്ങളായി അതൊരു ടോട്ടം സിമ്പലായി വെച്ച് ആരാധന നടത്തുന്ന ആളുകളുണ്ട്, നടത്തുന്ന മനുഷ്യരുണ്ട് ഈ ഭൂമിയിൽ, ഈ ലോകത്ത്. അതുപോലെ ഈ ഭൂമിക്കടിയിലുള്ള, സമുദ്രത്തിനടിയിലുള്ള ധാരാളം സ്വത്തുക്കൾ, ധാരാളം വിലമതിക്കാനാവാത്ത മുത്തുകളും പവിഴങ്ങളും രത്നങ്ങളുമെല്ലാം അടങ്ങുന്ന ഒരു വലിയ നിധി കാത്തു കഴിയുന്നവരാണ് നാഗങ്ങൾ. അതുപോലെ എനിക്ക് തോന്നുന്നു കാലത്തെ എഴുന്നേറ്റാൽ എല്ലാ പഴയ ആളുകളും, എനിക്ക് തോന്നുന്നു എൻ്റെ തലമുറ വരെ ഉള്ളവരെങ്കിലും രാവിലെ എഴുന്നേറ്റാൽ ഭൂമിയെ തൊട്ട് തൊഴുത് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് എഴുന്നേറ്റ് അവനവൻ്റെ കാര്യങ്ങളിലേക്ക് പോകുന്നത്. അപ്പം നമ്മൾ ഭൂമിയെ തൊട്ട് തൊഴുമ്പോൾ അതിൻ്റെ പുറകിൽ ഭൂമി ദേവി ക്ഷമ തരണേ എന്നാണ് പറയുന്നത് നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുള്ളതെങ്കിലും ഭാഗവതം വായിച്ചു കഴിയുമ്പോൾ നമുക്കൊരു കാര്യം, എനിക്ക് വ്യക്തിപരമായി തോന്നിയ ഒരു കാര്യം, ഈ ഭൂമിയെ അനന്തൻ്റെ ശിരസിന് മുകളിൽ ഒരു കടുകുമണിയായി, തൃതീയ സ്കന്ധത്തിൽ പറയുന്നതാണ്, ഒരു കടുകുമണിയായി ഭൂമിയെ വെച്ചിരിക്കുന്നു എന്ന് ഭാഗവതം പറയുന്നുണ്ട്. അതായത് അനന്തൻ്റെ ശിരസിൽ ഈ ഭൂമിയെ ഒരു കടുകുമണിയായി വെച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ ഈ അനന്തൻ്റെ മുകളിലിരിക്കുന്ന നമ്മൾ ആ അനന്തനെ തൊട്ട് തൊഴുകുന്നതാവാം ഭൂമിയെ തൊട്ട് തൊഴുതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കുന്നത്. അത് നമ്മുടെ ഒരു ആചാരത്തിൻ്റെ ഭാഗം. നമ്മൾ എല്ലാത്തിനെയും നമ്മൾ ആരാധനയോടുകൂടി കാണുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഉടമകളാണ് നമ്മൾ. അതുപോലെ സർപ്പങ്ങൾ അമരത്വത്തിൻ്റെ പ്രതീകം. അത് ഞാൻ നേരത്തെ പറഞ്ഞു, അവരുടെ പടമുരിയുന്ന ആ ഒരു പ്രക്രിയ അമരത്വത്തെ സൂചിപ്പിക്കുന്നതാണ്. ഈ പ്രതീകങ്ങളെ എല്ലാം മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ അവരെ ബിംബങ്ങളിൽ ആരാധിച്ച്, ബിംബങ്ങളിലേക്ക് ആവാഹിച്ചുകൊണ്ട് ആരാധിക്കുന്നത്. ബിംബങ്ങളിലേക്ക് ആവാഹിക്കുന്നത് മന്ത്രങ്ങൾ ചൊല്ലിയാണ്. ഇവിടെ ഇരിക്കുന്നവരാരെങ്കിലും സർപ്പബലി കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ, സർപ്പബലിക്ക് ശേഷം അവിടെ നടക്കുന്ന കാര്യങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. സർപ്പബലിക്ക് ശേഷം 2 തലയുള്ള കറുത്ത ഒരു നാഗം അവിടെ പ്രത്യക്ഷപ്പെട്ടത്. അത് വെട്ടിക്കോട്ട് മനയിലെ ഉണ്ണി നമ്പൂതിരി നടത്തിയ ഒരു സർപ്പബലി. തൊടുപുഴയല്ല, മൂവാറ്റുപുഴ അടുത്തുള്ള ഒരു കാവുമാറ്റം നടത്തിയപ്പോൾ അന്ന് അവിടെ സർപ്പബലി, അത് കാണാൻ വേണ്ടി പോയതാണ് ഞാൻ, തൊഴാൻ വേണ്ടി പോയതാണ്. സർപ്പബലിയുടെ എല്ലാ കഴിഞ്ഞ് അവസാനം എത്താറായപ്പോഴേക്കും ആളുകൾ പതുക്കെ, ഒരു 100 പേരിൽ താഴെയുള്ളൂ. പക്ഷെ അത് ഫോട്ടോയൊക്കെ ആളുകൾ എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു തനി നാട്ടും പ്രദേശം അത്. ഒരു 100-ൽ താഴെ ആളുകളെ ഉള്ളൂ അവിടെ. ആളുകളുടെ ഇടയിൽ പതുക്കെ ആളുകൾ എഴുന്നേറ്റ് മാറുന്നത് കണ്ട് പതുക്കെ എല്ലാവരും നോക്കുമ്പോൾ ഒരു കറുത്ത് ഇത്രയും നീളത്തിലുള്ള 2 തലയുള്ള ഒരു നാഗം, യാതൊരു ഭയവും തോന്നാതെ അതിനെ ആ ഉണ്ണി നമ്പൂതിരിയുടെ അമ്മ തന്നെയാണ് ഒരു വാഴയിലേക്ക് എടുത്തിട്ട് കാവിലേക്ക് എറിഞ്ഞത്. മന്ത്രങ്ങൾ ചൊല്ലി വിളിച്ചാൽ അവർ വരും. അതാണ് അതിൻ്റെ ശക്തി, മന്ത്രത്തിൻ്റെ ശക്തി അതാണ്. എന്തുകൊണ്ടാണ് സർപ്പസത്രം നടത്തിയ ആ യജ്ഞത്തിലേക്ക്, ആ യജ്ഞ സ്ഥലത്തേക്ക് സർപ്പങ്ങൾ പറന്നു വന്നു എന്നാണ് പറയണേ. അതായത് ജനമേജയൻ്റെ ആ കഥ ഇവിടെ ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ജനമേജയനോട്, പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ മകനാണല്ലോ ജനമേജയൻ. ജനമേജയനോട് ഉത്തങ്കൻ പറഞ്ഞു, നിങ്ങൾ 2 പേരും, അർജുനനും കൃഷ്ണനും ചേർന്ന് തക്ഷകൻ്റെ വാസസ്ഥാനമായ ഗാണ്ഡവവനം നശിപ്പിച്ചപ്പോൾ ആ ഗാണ്ഡവവനത്തിൽ വെന്ത് മരിച്ച എല്ലാ സർപ്പങ്ങളുടെയും ശാപം നിങ്ങൾക്ക് കിട്ടും. വേഗം ഒരു സർപ്പസത്രം നടത്തി ഈ ലോകത്തുള്ള സകല സർപ്പങ്ങളെയും, തക്ഷകനെ പ്രത്യേകിച്ച്, അതിലേക്ക് മന്ത്രം ചൊല്ലി വിളിച്ച് വരുത്തി ആ ഹോമകുണ്ടത്തിലേക്ക് അവർ വീണ് ചത്തുപോട്ടെ. അങ്ങനൊരു സർപ്പസത്രം നീ എത്രയും പെട്ടെന്ന് നടത്തും. നിൻ്റെ അച്ഛന് ചെയ്യാവുന്ന ഏറ്റവും വലിയ പുണ്യമാണ്, അച്ഛനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ പുണ്യമാണത് എന്ന് ഉത്തങ്കൻ ഈ പാവം ജനമേജയനെ
പറഞ്ഞ് പ്രേരിപ്പിച്ച് അവർ ജനമേജയൻ നടത്തുന്ന സർപ്പസത്രത്തിൽ ഇടയ്ക്ക് ആസ്തിക മുനി വന്ന് അതിനെ തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഈ സർപ്പങ്ങൾ മുഴുവനും ഈ ഭൂമിയിൽ നശിച്ചു പോയേനെ എന്ന് പറയപ്പെടുന്നു. പക്ഷേ ഉത്തങ്കൻ പറഞ്ഞൊരു വാക്ക് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. തക്ഷകൻ്റെ വാസസ്ഥാനമായ ഗാണ്ഡവവനം നശിപ്പിച്ച കൃഷ്ണനും അർജുനനും സൂക്ഷിച്ചോളൂ, നിങ്ങളുടെ വംശമില്ലാതെയാവും. കൃഷ്ണൻ്റെ വംശമില്ലാതെയായില്ലേ? യാദവ വംശമില്ലാതെയായില്ലേ? ജനമേജയൻ്റെ സ്ഥിതി എന്തായി? ജനമേജയൻ്റെ കഥ കേട്ടിട്ടില്ലേ? ജനമേജയൻ സർപ്പസത്രം നടത്തിയ ജനമേജയൻ്റെ സ്ഥിതി എന്തായി? ജനമേജയൻ കുഷ്ഠരോഗം ബാധിച്ച് പഴുത്തളിഞ്ഞ് അങ്ങനെ ഇരുന്നപ്പോഴാണ് ആത്രേയ മഹർഷി അദ്ദേഹത്തെ വന്ന് കണ്ടിട്ട് പറഞ്ഞു, ഗുരുവും വായുവും ചേർന്ന് പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള ശൂർപ്പാരകത്തിലൊരു ക്ഷേത്രമുണ്ട്. ശൂർപ്പാരകം എന്നാണ് കേരളത്തിനെ പറയുന്നത്. പണ്ട് ശൂർപ്പാരകം എന്നാണ് രാമായണത്തിലുമൊക്കെ മഹാഭാരതത്തിലുമൊക്കെ കേരളത്തെക്കുറിച്ച് പറയുന്നത്. ശൂർപ്പാരകത്തിലൊരു ക്ഷേത്രമുണ്ട്. ഗുരുവും വായുവും ചേർന്ന് പ്രതിഷ്ഠിച്ച ഗുരുവായൂർ ക്ഷേത്രം. അവിടെ ചെന്ന് 41 ദിവസം വ്രതം ഇരിക്കൂ, എല്ലാം മാറുന്നു. അങ്ങനെ ജനമേജയൻ വന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വന്ന് 41 ദിവസം അവിടെ വന്നിരുന്ന് ഭജിച്ചതിന് ശേഷമാണ് ആ കുഷ്ഠരോഗം പാടെ മാറിയത് എന്ന് നാരദീയ പുരാണത്തിൽ പറയുന്നു. അപ്പോൾ ആ സർപ്പദോഷം, അടുത്തത് സർപ്പദോഷം എങ്ങനെ അടുത്ത ജന്മത്തെ ബാധിക്കുന്നു? സർപ്പദോഷവും കർമ്മനിയതിയും കൂട്ടിച്ചേർത്ത് വായിക്കണം. കർമ്മദോഷങ്ങൾ എങ്ങനെയാണ് നമ്മളുടെ അടുത്ത ജന്മത്തിൽ നമ്മൾ എങ്ങനെയാണ് കർമ്മദോഷങ്ങൾ അനുഭവിക്കുന്നത്? ഭവിഷ്യപുരാണം എടുത്തു നോക്കൂ. ഭവിഷ്യപുരാണത്തിൽ ഓരോ പാപങ്ങൾക്കും എന്താണ് അടുത്ത ജന്മത്തിൽ ഉണ്ടാകുന്ന ഫലം. ഇന്ന പാപം ചെയ്താൽ ഇന്ന ഫലം. ഒരു പുസ്തകം, ഒരു ഗ്രന്ഥം കളവ് മോഷ്ടിച്ചാൽ, ഒരു ഗ്രന്ഥത്തെ മോഷ്ടിച്ചാൽ, ഒരു പുസ്തകം മോഷ്ടിച്ചാൽ അടുത്ത ജന്മത്തിൽ അന്ധനായി ജനിക്കും എന്ന് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഭവിഷ്യപുരാണത്തിൽ പറയുന്നുണ്ട്. ഓരോ ഭാഗവതത്തിലും പറയുന്നുണ്ട്. ഭാഗവതത്തിലും ഓരോ കർമ്മങ്ങൾക്കും എന്താണ് അടുത്ത ജന്മത്തിലുണ്ടാകുന്ന ഫലമെന്ന് കൃത്യമായി പറയുന്നുണ്ട്. അത് എങ്ങനെയാണ് അത് ഒന്ന് ചുരുക്കി പറയാം ഞാൻ. അതായത് ഒരു മനുഷ്യന് ഒരു പുറത്തൊരു ഭൗതിക പുറത്തൊരു ആവരണം എന്ന നിലയ്ക്ക് ഒരു ശരീരമുണ്ട്. കൂടാതെ ഒരു സൂക്ഷ്മ ശരീരമുണ്ട്, ഒരു കാരണ ശരീരവുമുണ്ട്. അതിലെ ഈ പുറംതോട് എന്ന് പറയുന്ന ഈ ശരീരത്തിൽ നിന്ന് ആത്മാവ് വിട്ടകലുമ്പോൾ, ഈ സ്ഥൂല ശരീരത്തിൽ നിന്ന് ആത്മാവ് വിട്ടകലുമ്പോൾ മരണം സംഭവിക്കും. ഈ ആത്മാവ് വിട്ടകലുമ്പോൾ ആ സൂക്ഷ്മ ശരീരത്തോടൊപ്പം നമ്മളുടെ ഇന്ദ്രിയ വാസനകളും കർമ്മവാസനകളും ബുദ്ധിയും മനസ്സും എല്ലാം ചേർന്നതാണ് ആ സൂക്ഷ്മ ശരീരം. ആ സൂക്ഷ്മ ശരീരവും പേറിയാണ് ആ കാരണശരീരം സഞ്ചരിക്കുന്നത്. ആ സഞ്ചാരത്തിൽ അത് വളരെ പ്യോറാണ്. നമ്മുടെ സൂക്ഷ്മ ശരീരം, നമ്മളുടെ കർമ്മവാസനകളും ഇന്ദ്രിയ വാസനകളും നമ്മുടെ ബുദ്ധിയും നമ്മുടെ മനസ്സും പ്യോറാണെങ്കിൽ, ഉദാഹരണത്തിന് ഗാന്ധിജി, അല്ലെങ്കിൽ വിവേകാനന്ദൻ, അല്ലെങ്കിൽ യേശു ക്രിസ്തു, ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, ഇതുപോലെയൊക്കെയുള്ള വളരെ പുണ്യമായ പ്രവർത്തികളിലൂടെ ജീവിതം നയിച്ചവർ, അവരിൽ നിന്ന് ആത്മാവ് വിട്ടകലുമ്പോൾ, ഭാഗവതം പറയുന്നുണ്ട്, നമ്മളിൽ നിന്ന് ജീവൻ വിട്ടകലുന്നത് കണ്ണിലൂടെയാണെങ്കിൽ ആ മനുഷ്യൻ വളരെ സത്കർമ്മങ്ങൾ ചെയ്ത ആളാണെന്നും, നമ്മളുടെ ശരീരത്തിൽ മലമൂത്ര വിസർജനം നടത്തുന്ന ഭാഗങ്ങളിലൂടെയാണ് ജീവൻ പോകുന്നതെങ്കിൽ ആ മനുഷ്യൻ ജീവിച്ചത് മുഴുവനും ദുഷ്ടതയോടുകൂടി ജീവിച്ചവനാണെന്നും, അങ്ങനെയുള്ളവർ മരിച്ചതിന് ശേഷം അവരുടെ മലമൂത്ര വിസർജനം ചെയ്ത് മാത്രമേ അവർ ഈ ഭൂമിയിൽ നിന്ന് പോവുകയുള്ളൂ എന്നും, ചിലർ മരിച്ചു കഴിയുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, മലമൂത്ര വിസർജനം ചെയ്ത് കിടക്കുന്നതായിട്ട് തോന്നും. അത് അവരുടെ ഒരു നികൃഷ്ട ജന്മമായി നമുക്ക് കണക്കാക്കാമെന്ന് ഭാഗവതം പറയുന്നു. ബ്രഹ്മരന്ധ്രത്തിലൂടെ ആണ് പുണ്യാത്മാക്കളുടെ ജീവൻ അവരിൽ നിന്ന് വിട്ടകന്നു പോകുന്നത്. അപ്പോൾ
ഈ ശാപങ്ങൾ പേറി നമ്മൾ ഈ ജന്മം ചെയ്ത ശാപങ്ങൾ പേറി ഭവിഷ്യപുരാണത്തിൽ പറയുന്നു, ഭ്രൂണഹത്യ, ഈ ജന്മത്തിൽ ഭ്രൂണഹത്യ ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണെങ്കിൽ അടുത്ത ജന്മത്തിൽ സന്തതി നാശം തീർച്ച. സർപ്പങ്ങളെ അവരുടെ ആവാസ കേന്ദ്രങ്ങളിൽ എന്തെങ്കിലും ദോഷം ചെയ്തിട്ടുണ്ട് എങ്കിൽ അടുത്ത ജന്മത്തിൽ നമ്മൾ സമ്പത്തില്ലാതെ, സന്തതികളില്ലാതെ, രോഗപീഡ അനുഭവിച്ച് ജീവിക്കേണ്ട ഒരു ഗതികേടിലേക്ക് നമ്മൾ പോകും. അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ ഇതുപോലുള്ള തെറ്റുകൾ ശാപമായി നമ്മുടെ മരണശേഷം അടുത്തൊരു ജന്മം നമുക്ക് തന്നുകൊണ്ട് ആ ജന്മത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ പേറിക്കൊണ്ട് വീണ്ടും വീണ്ടും ജന്മങ്ങൾ നമ്മൾക്ക് ലഭിക്കും. മോക്ഷമല്ലേ നമ്മുടെ മുഖ്യമായ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് ഭാഗവതം പറയുന്നത് എന്താണ്? മോക്ഷത്തിലേക്കുള്ള ആ ലക്ഷ്യത്തിലേക്കുള്ള നമ്മുടെ സഞ്ചാരം നല്ല പ്രവൃത്തികൾ ചെയ്ത്, നല്ല ചിന്തകളിലൂടെ, നല്ല വാസനകളിലൂടെ, നല്ല മനസ്സായിക്കൊണ്ട് മുമ്പോട്ട് പോകണമെന്നാണ്. അപ്പോൾ ആ സ്ഥൂല ശരീരം ഉപേക്ഷിച്ച് പോകുന്ന സൂക്ഷ്മം ഒരിക്കലും അതിന് ഒരു പുനർജന്മം കിട്ടാത്ത രീതിയിലുള്ള ജീവിതചര്യകളിലൂടെ നമ്മൾ പോകണം എന്ന് പറയുമ്പോൾ അതിൻ്റെ പുറകിലുള്ള രഹസ്യം എന്താണെന്ന് കൂടി ഓർക്കുക. അപ്പോൾ ഈ ജന്മത്തിൽ ചെയ്ത പാപങ്ങളുടെ ഫലമാണ് നമ്മൾ അടുത്ത ജന്മത്തിൽ അനുഭവിക്കുന്നത്. ഈ ജന്മത്തിൽ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത എനിക്ക് എന്തിനീ ദുഃഖം തന്നു ഭഗവാനെ, ഞാൻ എന്തുകൊണ്ട്, ധൃതരാഷ്ട്രർ ചോദിക്കുന്നതാണ് ഭഗവാനോട്, എന്താണ് ഭഗവാനെ, ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ ആരെ എനിക്ക് കാണാൻ പറ്റിയില്ല, എനിക്ക് 101 മക്കളുണ്ട്, ഒരു കുട്ടിയെ പോലും ഞാൻ എൻ്റെ ഈ കണ്ണുകൾ കൊണ്ട് എനിക്ക് കാണാൻ പറ്റിയില്ല, ഞാൻ ജനിച്ചപ്പോഴേ അന്ധനായത്, ഞാൻ ഈ ജന്മത്തിൽ ഒരു പാപവും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് ഭഗവാൻ പറയും, ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് പുറകോട്ടുള്ള ധൃതരാഷ്ട്രയുടെ 50 ജന്മങ്ങൾ കാട്ടിക്കൊടുക്കും ഭഗവാൻ. ദിവ്യ ചക്ഷുസ്സുകൾ കൊടുക്കും അത് കാണാൻ വേണ്ടി. അങ്ങനെ ആ ഭഗവാൻ കൊടുത്ത ദിവ്യ ചക്ഷുസ്സുകളോടുകൂടി ധൃതരാഷ്ട്രർ നോക്കുമ്പോഴാണ് ഒരു ജന്മത്തിൽ അദ്ദേഹം ഒരു വേട്ടക്കാരനായിരുന്നു. ആ വേട്ടക്കാരൻ ഒരു പക്ഷിയെ ഉന്നം വെച്ച് കുറേ ദിവസം നിന്നെങ്കിലും പക്ഷി പിടികൊടുത്തില്ല. ഒരു ദിവസം ഈ പക്ഷിയോട് ഒരു ഉന്നം വെച്ചിരുന്നിട്ടും ഈ വേട്ടക്കാരൻ ഈ പക്ഷിയെ കിട്ടാത്തതിൻ്റെ ദേഷ്യത്തിന് ആ വൃക്ഷത്തിലെ ഒരു ചില്ല, ആ പക്ഷിയുടെ കൂടിരുന്നിരുന്ന ചില്ല വെട്ടി നശിപ്പിച്ചു ഈ വേടൻ. വൈകിട്ട് തിരിച്ചു വന്ന് പറന്ന് ഉയർന്നു പോയ പക്ഷി തിരിച്ചു വന്ന് നോക്കുമ്പോൾ ആ കൂട്ടിൽ പാവം പക്ഷിയുടെ 100 മുട്ടകളുണ്ടായിരുന്നു. അത് വിരിഞ്ഞു വരുന്ന സമയമായിരുന്നു. ആ 100 മുട്ടകളും നശിച്ചു പോയി. ആ വിരിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങളെ ഒന്നും ആ തള്ളപ്പക്ഷിക്ക് കാണാൻ പറ്റിയില്ല. അതിന് ഈ ജന്മത്തിന് ശേഷം വേട്ടക്കാരൻ്റെ അടുത്ത ജന്മം ഒരു നല്ല മനുഷ്യനായി ജനിച്ചു, കുറേ സൽപ്രവൃത്തികൾ ചെയ്തു. അതുകൊണ്ട് പിന്നീടുള്ള ജന്മത്തിൽ ധൃതരാഷ്ട്രരായി, രാജാവായി ജനിച്ചു, ആ സൽപ്രവൃത്തികളുടെ ഭാഗമായി. പക്ഷേ ആ വേട്ടക്കാരൻ്റെ ജന്മത്തിലെ പ്രവൃത്തികൾ കാലം ബാക്കി വെച്ചു. അത് ആ മനുഷ്യനെ അന്ധനാക്കി, തൻ്റെ 100 മക്കളെയല്ല 101 മക്കളെയും കാണാൻ പറ്റാതെയായിപ്പോയി. അപ്പോൾ ഇതാണ് കർമ്മനിയതി അഥവാ ലോ ഓഫ് കർമ്മ. ആ കർമ്മനിയതിയാണ് സർപ്പദോഷങ്ങൾ നമ്മളിൽ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ട് എങ്കിൽ കർമ്മനിയതി മാത്രമാണെന്ന് മനസ്സിലാക്കുക. അല്ലാതെ ഈ ജന്മത്തിൽ നമ്മൾ ചെയ്ത പാപങ്ങളായിരിക്കില്ല. ഈ ജന്മത്തിൽ ചെയ്ത് ചിലപ്പോൾ അത് ഇപ്പോൾ തന്നെ കിട്ടാനും മതി, കഴിയുന്നതും അത് ഒഴിവാക്കുക. ഇനി ഈ കേരളത്തിലെ കാര്യം കേരളത്തിലെ നാഗ ആരാധന എങ്ങനെ ഉണ്ടായി, കേരളത്തിൽ എങ്ങനെ നാഗാരാധന തുടങ്ങി, അതിന് പരശുരാമൻ്റെ കഥ പറഞ്ഞു വേണം നമ്മൾ തുടങ്ങാൻ. അതായത് ഈ ഗോകർണം മുതൽ കന്യാകുമാരി വരെയുള്ള ആ ഒരു ഭൂഭാഗം, ഈ കേരളം യുഗയുഗാന്തരങ്ങൾക്ക് മുമ്പ് അങ്ങ് താഴ്ന്നുപോയി, സമുദ്രത്തിൽ താഴ്ന്നുപോയി. സമുദ്രത്തിൽ താഴ്ന്നു പോയപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന സകല ജീവജാലങ്ങൾ, സകല കെട്ടിടങ്ങളും ഗ്രാമങ്ങളും നഗരങ്ങളും എല്ലാം അങ്ങ് സമുദ്രത്തിൽ താഴ്ന്നുപോയി. ഇന്നിപ്പോൾ ദ്വാരക നമ്മൾ ആ കൊട്ടാരം കാണുന്നുണ്ട്. ഞാൻ പോയിട്ടില്ല, പക്ഷെ പറയുന്നത് ദ്വാരക ആ കൊട്ടാരം കാണാമെന്നല്ലേ പറയണത്, അതിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടുപിടിച്ചില്ലേ. അതുപോലെ സമുദ്രത്തിൽ താഴ്ന്നു പോയി ഈ കേരളം, ഈ ഗോകർണം മുതൽ കന്യാകുമാരി വരെ. അങ്ങനെ ഇരുന്ന സമയത്താണ് പരശുരാമൻ ക്ഷത്രിയ നിഗ്രഹം കഴിഞ്ഞ്, ക്ഷത്രിയരോടുള്ള വിദ്വേഷം തീർത്തുകൊണ്ട്, ക്ഷത്രിയ നിഗ്രഹം കഴിഞ്ഞ്
പരശുരാമൻ സമന്ത പഞ്ചകം എന്ന് പറയുന്ന കുരുക്ഷേത്ര ഭൂമിയിൽ 5 തീർത്ഥങ്ങൾ സ്ഥാപിച്ചതിന് ശേഷം ഈ ക്ഷത്രിയരെ മുഴുവൻ നിഗ്രഹിച്ച് നശിപ്പിച്ചു. ക്ഷത്രിയരില്ലാതെ പിതാവിൻ്റെ മരണത്തോടെ ക്ഷത്രിയരോടുള്ള പരശുരാമൻ്റെ ദേഷ്യം തീർക്കാൻ വേണ്ടി ഈ ക്ഷത്രിയരെ മുഴുവൻ കൊന്നൊടുക്കിയതിന് ശേഷം സമന്ത പഞ്ചകം എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് കുരുക്ഷേത്ര ഭൂമി യുദ്ധം, മഹാഭാരത യുദ്ധം നടന്ന കുരുക്ഷേത്ര ഭൂമിയിൽ 5 തീർത്ഥങ്ങൾ സ്ഥാപിച്ചതിന് ശേഷം ഒരു മഹായാഗം നടത്തി കശ്യപന് പിടിച്ചെടുത്ത ഭൂമി മുഴുവനും ദാനം ചെയ്തതിന് ശേഷം കശ്യപൻ പരശുരാമനോട് പറഞ്ഞു, ദാനം ചെയ്ത ഭൂമിയിൽ ഇനി നിനക്ക് സ്ഥാനമില്ല, ഇനി ഇവിടെ കഴിയാൻ പാടില്ല. അപ്പോൾ പരശുരാമൻ എന്ത് ചെയ്യും? അവിടുന്ന് പോരേണ്ടി വന്നു. അവിടുന്ന് പോകുന്നതിന് ശേഷം ഈ ഭാഗത്തേക്ക് വന്ന്, ഈ തെക്കൻ ഭാരതത്തിലേക്ക് വന്ന് മഹേന്ദ്രഗിരിയിലിരുന്ന് തപസ് ചെയ്യുമായിരുന്നു പരശുരാമൻ. മഹേന്ദ്രഗിരിയിൽ തപസ് ചെയ്തിരിക്കുന്ന പരശുരാമൻ്റെ അടുത്തേക്ക് സങ്കടം പറഞ്ഞുകൊണ്ട് ഈ ഭാഗത്ത് ജീവിച്ചിരുന്ന നാഗാരാധന നടത്തിയിരുന്ന ദ്രാവിഡരായ ആളുകൾ പരശുരാമനോട് ചെന്ന് സങ്കടം പറഞ്ഞു, ഞങ്ങൾ ജീവിച്ചിരുന്ന ഭാഗം മുഴുവനും സമുദ്രത്തിൽ താഴ്ന്നു പോയി, എങ്ങനെയെങ്കിലും ഇതിനെ ഒന്ന് ഉയർത്തിത്തരാവോ എന്ന്. സംപ്രീതനായ പരശുരാമൻ ഒരു കൂട്ടം ആളുകൾ വന്ന് ഒരു അപേക്ഷ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ സംപ്രീതനായ പരശുരാമൻ വരുണനെ നോക്കിക്കൊണ്ട് വരുണനെ വിളിച്ചതും വരുണൻ എന്തോ അത്ര ഗൗനിച്ചില്ല. ഉടനെ ആ കയ്യിലുള്ള അസ്ത്രമെടുത്ത് വരുണനെതിരെ പ്രയോഗിക്കാൻ തുടങ്ങിയപ്പോൾ വരുണൻ പ്രത്യക്ഷപ്പെട്ടു. എന്ത് വേണം ഞാൻ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഈ തന്നുപോയ ഭൂമിയെ ഒന്ന് ഉയർത്തിക്കൊടുക്കൂ ഇവർക്ക്. എവിടം വരെ വേണം എന്ന് ചോദിച്ചു. നമ്മളൊക്കെ മഴുവെറിഞ്ഞ് കേരളമുണ്ടായി എന്ന് പറയുമെങ്കിലും നമ്മുടെ പുരാണങ്ങൾ പറയുന്നത് ശൂർപ്പം, അതായത് മുറം എന്ന് ഒരു ഭാഗത്ത് പറയുന്നുണ്ടെങ്കിലും ഹവിസ് ഒഴിക്കുന്ന പാത്രം, ഹോമകുണ്ടത്തിൽ ഹവിസ് ഒഴിക്കുന്ന പാത്രം, ആ പാത്രത്തെ പരശുരാമൻ അവിടെ നിന്നുകൊണ്ട് ആ മഹേന്ദ്ര പർവ്വതത്തിൽ നിന്ന് എറിഞ്ഞ്, എവിടം വരെ എറിഞ്ഞോ, ഗോകർണം മുതൽ കന്യാകുമാരി വരെയുള്ള ആ ഭാഗം അങ്ങനെ മുറം എറിഞ്ഞു എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ് ശൂർപ്പം ആണ്, മുറം എന്ന് പറഞ്ഞാൽ ശൂർപ്പം എറിഞ്ഞാണ് ശൂർപ്പാരകം എന്ന് ഈ ഭൂഭാഗത്തിന് പേര് വന്നത്. രാമായണത്തിൽ സഹദേവൻ ശൂർപ്പാരകത്തിൽ വരുന്നതായി പറയുന്നുണ്ട്. ഇവിടെ വന്ന് രാജാക്കന്മാരോട് കരം പിരിച്ചതായി പറയുന്നുണ്ട്. അപ്പോൾ ശൂർപ്പാരകത്തിൽ സഹദേവൻ വന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇവരെല്ലാവരും ഇവിടെ വന്നതായി പറയുന്നുണ്ടെങ്കിൽ ശൂർപ്പാരകം എന്ന സ്ഥലത്തിനെക്കുറിച്ച് വളരെ വളരെ പുണ്യപ്പെട്ടൊരു സ്ഥലമായിട്ട് രാമായണത്തിൽ പറയുന്നു, മഹാഭാരതത്തിലും പറയുന്നുണ്ട്. ശൂർപ്പാരകത്തെക്കുറിച്ച് സഹദേവൻ വന്ന ആ ഭാഗം പറയുന്നിടത്തൊക്കെ കേരളത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇനി ഇങ്ങനെ പൊങ്ങി വന്നെങ്കിൽ അതാണ് നമ്മളറിയേണ്ട ഒരു കാര്യം. ഈ കേരള ഭൂവിൽ ഈ ചേറും ഈ ചേറ് കൂടുതലുള്ള ഭാഗമായി സമുദ്രത്തിൽ നിന്ന് പൊങ്ങി വന്ന ഭാഗമാണ് കേരളം. അതുകൊണ്ട് ഇവിടെ ചേറ് കൂടുതലും പാമ്പുകൾ വളരെ കൂടുതലുമായിരുന്നു ആ കാലത്ത്. അങ്ങനെ വന്നപ്പോൾ ഈ ഭാഗത്ത് ആര്യന്മാരെ അതായത് നമ്പൂതിരിമാരെ പരശുരാമൻ വടക്കൻ ഭാരതത്തിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് കേരളോൽപ്പത്തിയിൽ പറയുന്നു. കേരളോൽപ്പത്തിയിൽ പറയുന്നത് ഈ പരശുരാമൻ ഇവിടെ 64 ഗ്രാമങ്ങൾ സ്ഥാപിച്ചു എന്നാണ്. ഈ ഭാഗത്ത് ഗോകർണം മുതൽ കന്യാകുമാരി വരെ 64 ഗ്രാമങ്ങൾ, 64 ഇല്ലങ്ങൾ. ആ ഇല്ലങ്ങളുടെ മുഴുവനും പേരും ഉണ്ട് കേരളോൽപ്പത്തിയിൽ. ആ 64 ഇല്ലങ്ങൾ സ്ഥാപിച്ചു. കൂടാതെ 108 ശിവാലയങ്ങളും 108 ദുർഗാലയങ്ങളും പരശുരാമൻ സ്ഥാപിച്ചു എന്ന് പറയുന്നു. അങ്ങനെ അവരിവിടെ വന്ന് അവരുടെ ആര്യന്മാരിവിടെ വന്നെങ്കിലും അവരെ സർപ്പങ്ങൾ ഇരുത്തിയില്ല. അവർക്കിവിടെ ജീവിക്കാൻ പറ്റാതെ ആയപ്പോൾ അവർ തിരിച്ചുപോയപ്പോൾ വീണ്ടും പരശുരാമൻ അവരെ തിരിച്ചു കൊണ്ടുവന്നു എന്നാണ് പറയണത്. അങ്ങനെ അവസാനം ഇവിടെ വന്ന് ജീവിതം ആരംഭിച്ചു. അതിനുശേഷം നാഗങ്ങളുമായി ഒരു ധാരണയുണ്ടാക്കി ഓരോ വാസസ്ഥലത്തും അവർക്കിരിക്കാനൊരു പ്രത്യേക സ്ഥലം കൊടുക്കാം.
ഓരോ ഇല്ലങ്ങളിലും 64 ഇല്ലങ്ങളിലും അവർക്കിരിക്കാനൊരു സ്ഥാനം കൊടുത്തു. സാധാരണ മനുഷ്യരുടെ അധീനതയിലുള്ള സ്ഥലങ്ങളിലും അവരുടെ തെക്ക് പടിഞ്ഞാറേ മൂലയിലും വടക്ക് കിഴക്കേ മൂലയിലോ ഏതെങ്കിലും ഒരു ഭാഗത്ത് സർപ്പങ്ങൾക്ക് വസിക്കാൻ മാത്രമായി ഒരു വിശുദ്ധമായ കുറച്ച് സ്ഥലം മാറ്റിവെക്കാം എന്ന ഒരു എഗ്രിമെൻറ്റിൻ്റെ പുറത്ത് അവർ ഓരോ വീടുകളിലും ഓരോ വസ്തുക്കളിലും സർപ്പങ്ങളെ കുടിയിരുത്തി. അങ്ങനെയാണ് ഇവിടെ നാഗാരാധനയുടെ തുടക്കം കുറിച്ചത് എന്ന് പറയുന്നു. ഇനി ജീവൻ നൽകുവാനും ജീവൻ എടുക്കുവാനും ശക്തിയുള്ള നാഗരൂപത്തെ കിരീടത്തിൽ ധരിക്കുന്ന ഈജിപ്തിലെയും ഗ്രീസിലെയും രാജാക്കന്മാരുടെ അവരുടെ കിരീടങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഈജിപ്തിലും ഗ്രീസിലും ഒക്കെയുള്ള രാജാക്കന്മാരുടെ അവരുടെ ശക്തിയാണ് നാഗങ്ങൾ. അവരെ ശക്തിമത്താക്കുന്ന രൂപങ്ങളാക്കിക്കൊണ്ട് പ്രതീകങ്ങളാക്കിക്കൊണ്ട് അന്യരാജ്യങ്ങളിലുള്ള രാജാക്കന്മാരുടെ അവരുടെ ക്രൗൺ, അവരുടെ കിരീടം എടുത്തു നോക്കിയാലും എല്ലാ കിരീടങ്ങളിലും അവരുടെ ദണ്ടുകളിലുമെല്ലാം സർപ്പങ്ങളുണ്ട്. ഈ നമ്മുടെ മെഡിക്കൽ സയൻസിൻ്റെ ചിഹ്നം ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ ചിഹ്നത്തിലുള്ള ആ സർപ്പങ്ങൾ കൊണ്ട് പ്രതീകാത്മകമാക്കുന്നത് സർപ്പങ്ങൾ എങ്ങനെയാണോ പുതുജീവൻ അവർക്ക് അവരുടെ അമരത്വത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. മെഡിക്കൽ സയൻസിൻ്റെ ഭാഗമായാൽ നിങ്ങൾ അമരത്വത്തിലേക്ക് എത്തും എന്നൊരു സന്ദേശം കൂടിയുണ്ട് അതിൽ. എന്തിന്? ബൈബിള് ഇപ്പം മഹാഭാരതവും ഭാഗവതവും എല്ലാം സർപ്പങ്ങളിൽ നിന്നും തുടങ്ങുന്നുണ്ടെങ്കിൽ ബൈബിള് തുടങ്ങുന്നതും സർപ്പങ്ങളിൽ നിന്നാണ്. സർപ്പമാണ് ആ മനുഷ്യന് ഒരു നല്ലതും ചീത്തയും തമ്മിൽ വേർതിരിച്ചറിയാനുള്ള ഒരു ബുദ്ധി, ഒരു ജ്ഞാനം നൽകിയത്. സർപ്പം മനുഷ്യനോട് പറഞ്ഞ എന്താണ്? നീ ഈ കനി കഴിച്ചാൽ നിനക്ക് ഈശ്വര തുല്യനാവേണ്ടി വരും എന്ന്. ജ്ഞാനോദയം മനുഷ്യനുണ്ടാക്കി കൊടുത്ത സർപ്പങ്ങൾ. ആകെ ക്രിസ്ത്യൻ സമുദായത്തിൽ ബൈബിളിൽ ആകെ അവരുടെ 10 കൽപ്പനകളിൽ ബിംബാരാധന പാടില്ല എന്ന് പറഞ്ഞാലും ബൈബിൾ എടുത്തു നോക്കൂ. ബൈബിളിൽ താമ്രസർപ്പത്തെ നീ ഒരു കൊടി സ്ഥാപിച്ച് താമ്രസർപ്പത്തെ നീ പൂജിക്കൂ എന്ന് പറയുന്നുണ്ട്. അതായത് പാമ്പ് കടിയേറ്റ് മരിക്കുക മനുഷ്യർ. അപ്പോൾ മോശയോട് യഹോവ പറയുകയാണ്, നീ ആ മണലാരണ്യത്തിൽ ഒരു കൊടി നാട്ടി ഒരു കൊടിയുടെ മുകളിൽ ഒരു താമ്രസർപ്പത്തെ വെച്ചതിന് ശേഷം കടിയേൽക്കുന്നവരോട് ആ താമ്രസർപ്പത്തെ നോക്കാൻ പറയൂ. താമ്രസർപ്പത്തെ നോക്കിക്കഴിയുമ്പോൾ അവരിലെ വിഷം തന്നെ പോകും എന്ന് പറഞ്ഞ് ബിംബമായി ആരാധിക്കുന്ന ഏകരൂപം സർപ്പമാണ്. ഇന്ന് കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളി പള്ളി നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും. പുതുപ്പള്ളി പള്ളി നമ്മൾ ഉമ്മൻചാണ്ടി സാറിനെ ഉമ്മൻചാണ്ടി സാറിനെ അടക്കിയിട്ടുള്ള പള്ളി. പുതുപ്പള്ളി പള്ളിയിൽ ആർക്കെങ്കിലും പോകാനൊരു അവസരം വന്നാൽ നിങ്ങൾ നോക്കിക്കോളൂ, ആ പള്ളിയിൽ സർപ്പബിംബങ്ങളുണ്ട് അകത്ത്. സർപ്പബിംബത്തെ അവർ പോലും ആരാധനയോടുകൂടി കാണുന്നു. അതിൻ്റെ ദിവ്യത്വമാണ് നാഗങ്ങളെ ആരാധിക്കുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുപോയി എത്തിച്ചത്. സമയം അതിക്രമിച്ചു. അതുകൊണ്ട് ഇനിയും കാര്യങ്ങൾ ഇനിയൊരവസരത്തിൽ ഇതിൻ്റെ ബാക്കി പറയാമെന്ന് വിചാരിക്കുന്നു ഞാൻ. എന്തു വന്നാലും നാഗാരാധന നടത്തുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിനൊരു ഉത്തരം വീണ്ടും ആവർത്തിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. ദിവ്യമായ ഊർജശക്തി പ്രസരിക്കുന്നത് എങ്ങനെയാണോ അതിൻ്റെ പ്രത്യക്ഷ രൂപങ്ങളാണ് നാഗങ്ങൾ. അങ്ങനെയുള്ള നാഗങ്ങളെ ഒരു ഉപാധിയായി അവലംബിച്ചുകൊണ്ട് ഉപാസിക്കുന്ന ഋഷി സമ്പ്രദായം നമ്മൾക്ക് എന്നുമെന്നും നമ്മളുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി, നമ്മളുടെ ആചാരത്തിൻ്റെ ഭാഗമായി, നമ്മളുടെ ആനന്ദത്തിൻ്റെ ഭാഗമായി, നമ്മുടെ ഭക്തിയുടെ ഭാഗമായി, നമ്മൾ ഈശ്വരോപാസനയുടെ ഭാഗമായി കണ്ടുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. ആരാധനാക്രമങ്ങളിൽ എന്തുകൊണ്ട് എന്ന ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് വേണം ഓരോ ആരാധനാ സമ്പ്രദായത്തെയും നമ്മൾ അവലംബിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ടും ഇവിടെ ഇത് കേട്ട ഓരോരുത്തർക്കും നാഗത്തന്മാരുടെ അനുഗ്രഹം എല്ലാ തരത്തിലും ഉണ്ടാകട്ടെ. സമ്പത്തായും സന്തതികളായും സ്വത്തുവകകളായും ജ്ഞാനികളായും ബുദ്ധി എല്ലാം തന്നുകൊണ്ട് സർവൈശ്വര്യം തന്നുകൊണ്ട് നാഗത്തന്മാർ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ദേവിയുടെ സാന്നിധ്യത്തിൽ എനിക്കിങ്ങനെ ഒരു പ്രഭാഷണം നടത്താൻ അവസരം തന്ന ഈ സത്രത്തിൻ്റെ ഭരണാധികാരികൾക്ക്, പ്രത്യേകിച്ച്
ഞാൻ ഏറെ ബഹുമാനിക്കുന്ന നാരായണസ്വാമിക്ക് ഞാൻ എൻ്റെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എൻ്റെ പ്രഭാഷണത്തെ ഞാൻ ആ പാതാരവിന്ദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.